ജനകീയ കോടതി. ജനകീയ കോടതിയുടെ മറ്റൊരു അധ്യായം ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനകീയ കോടതിയുടെ ഇന്നത്തെ ന്യായാധിപൻ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ. വെൽക്കം സാർ. സ്ത്രീവിരുദ്ധമെന്നും ശാസ്ത്രവിരുദ്ധമെന്നും തോന്നുന്ന നിലപാടുകൾ കൊണ്ട് പലപ്പോഴും വിവാദങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വന്ന കാലടി ശ്രീശങ്കര കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകൻ ഡോക്ടർ രജിത് കുമാർ. വെൽക്കം സാർ. നടപടികളിലേക്ക് പോകാനുള്ള അനുവാദം തരണം സർ. ഡോക്ടർ രജിത് കുമാർ, ആറ്റിങ്ങലാണ് ജനനം, പഠനം തിരുവനന്തപുരത്താണ്. അതെ. കേരള സർവകലാശാലയിൽ നിന്ന് ബോട്ടണിയിലാണ് PhD. അല്ല, മൈക്രോബയോളജിയിലാണ് PhD. ബോട്ടണിയിലാണ് ഇപ്പോൾ, ബോട്ടണി വകുപ്പിലാണ് ജോലി. ഡിപ്പാർട്ട്മെന്റ് ബോട്ടണിയിലാണ്. ബോട്ടണിയാണ്. മൈക്രോബയോളജിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് PhD, MPhil ഉണ്ട്. MPhil സൈറ്റോജെനറ്റിക്സിലാണ്. വേദാന്തത്തിലും വേദഗ്രന്ഥങ്ങളിലും ഡിപ്ലോമയുണ്ട്. ഡിപ്ലോമയാണോ വലുത്, PhD ആണോ വലുത്? തീർച്ചയായും PhD ആണല്ലോ വലുത്. ശാസ്ത്രമാണ് കൂടുതൽ താല്പര്യം വേദത്തെക്കാൾ. ശാസ്ത്രം വേദത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ വേദത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവനും ശാസ്ത്രത്തിന് ഇന്നുവരെയും കംപ്ലീറ്റ് ആയി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വേദം ഒരിക്കലും ബാക്കിലേക്ക് തള്ളി നിർത്താൻ. ബോട്ടണി അധ്യാപകനായതുകൊണ്ട് തന്നെ ചാൾസ് ഡാർവിനിൽ വിശ്വാസമുണ്ടോ? തീർച്ചയായും. പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വാസമുണ്ടോ? തീർച്ചയായും. സൃഷ്ടിവാദത്തിലോ? തീർച്ചയായും. രണ്ടും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഏതിന്? ഈ ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ പറയുമ്പോൾ കുരങ്ങനിൽ നിന്ന് മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞാൽ മീൻ നെത്തോലി കുരങ്ങിൽ നിന്ന് മനുഷ്യൻ വന്നെന്ന് പരിണാമ സിദ്ധാന്തം പറയുന്നുണ്ടോ? ചാൾസ് ഡാർവിൻ പറയുന്ന ആ ഒരു എവല്യൂഷനാണ്. മീനിൽ നിന്ന് വന്നു എന്നാണോ? കുരങ്ങും മനുഷ്യനും എല്ലാം ഉൾപ്പെട്ട ഒരു പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു പൊതു പൂർവികനിൽ നിന്ന് വന്നു എന്നാണോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുക്കാം. ബോട്ടണി അധ്യാപകനാണ്. പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സാറ് കോളേജിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ ഒരു കോളേജിൽ UGC ടെസ്റ്റ് എഴുതി കയറണമെങ്കിൽ ബോട്ടണി സുവോളജി ഇല്ല, ലൈഫ് സയൻസ് എന്നാണ് ഇന്നത്തെ അതിൻ്റെ പേര്. അപ്പം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അവഗാഹമുണ്ട്. തീർച്ചയായും. ഓരോ ഇൻഡിവിജ്വലിനും ഉള്ള എവല്യൂഷനാണ് യഥാർത്ഥത്തിൽ റിയലിസ്റ്റിക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൗൺസിലിംഗുകൾക്ക് പോവാറുണ്ട്. തീർച്ചയായും. പലപ്പോഴും കൗൺസിലിംഗിന് പോകുമ്പോൾ കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള പ്രാധാന്യത്തിനാണ് അങ്ങ് കൂടുതൽ പ്രാധാന്യം. തീർച്ചയായും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പം ജപ്പാനായിട്ടുണ്ട്. എത്ര വർഷമായി? ഇപ്പം ഞാൻ ഏകദേശം കേരളത്തിൽ മോണോഗാമി ഫാമിലി വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും സർ? അത് എൻ്റെ കണക്ക് കറക്റ്റായിട്ട് ഒരു 60 വർഷമല്ലേ ആയിട്ടുള്ളൂ അങ്ങ് പറയുന്ന ഈ കുടുംബം കേരളത്തിൽ തന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം. എന്നാലും ഫാമിലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഭാരത സംസ്കാരം വെച്ച് നോക്കുമ്പോഴും ജാപ്പാനീസ് സംസ്കാരത്തിൽ വരുമ്പോഴും ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ ഒരു പെൺകുട്ടി ഏതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്? രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. രണ്ടും വേണം. അങ്ങ് മാരീഡ് ആണോ? ഞാൻ മാരീഡ് അല്ല. മാരീഡ് ആയിരുന്നു. എൻ്റെ വൈഫും ഫാമിലിയെല്ലാം കൊളാപ്സ്ഡായി ഒക്കെ പോയി. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറയുന്ന സൊസൈറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങ് ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട്. ഫാമിലിയെ കുറിച്ച് പറയുന്നത് തീർച്ചയായും കണ്ണില്ലാത്തവനാണ് കാഴ്ചയുടെ വിലയെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫാമിലി ഇല്ല. പക്ഷേ ഇപ്പോൾ ഫാമിലി ഉള്ളവർക്ക് ആ ഫാമിലി ഏറ്റവും നന്നായി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. നിലവിൽ കേരള സർക്കാരിൻ്റെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അടക്കമുള്ള പദ്ധതികളിൽ താങ്കളെ ട്രെയിനിങ്ങിന് വിളിക്കുന്നില്ലല്ലോ? ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ പോകാത്തതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് സ്റ്റുഡൻസ് SPC എന്ന് പറയുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിൽ ആ ക്ലാസ്സുകളിൽ കുട്ടിക്ക് എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് P. വിജയൻ IPS എന്ന് പറയുന്ന IG പോലീസിനും, അതുപോലെ KE ബൈജു എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ സാറും, അതുപോലെ മുഹമ്മദ് റഫീഖ് IPS, അവർക്കൊക്കെ അവരെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടാണ് SPCയുടെ അക്കാഡമിക് സെക്ഷനിൽ എനിക്കൊരു ചാർജ് കഴിഞ്ഞ മിനിസ്റ്റർ ഇരിക്കുമ്പോൾ തന്നത്. എൻ്റെ മെറിറ്റ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരള സർക്കാരിൻ്റെ ഏതെങ്കിലും പരിപാടികളിൽ പൊതുവായി താങ്കൾ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പോകാറില്ല. എന്നെ ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തിനകത്ത് ഇല്ല. ഞാൻ 6 മാസത്തിനകത്ത് താങ്കളെ സർക്കാർ ഒഴിവാക്കി. കേരള സർക്കാർ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെ കുറ്റം പറയണ്ട. എനിക്ക് കേരള സർക്കാരിനെ വളരെ ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് CM-നെ വലിയ ഇഷ്ടമാണ്. കാര്യങ്ങൾ നന്നായി തന്നെയാണ് പോകുന്നത്. താങ്കളെ ഒരാൾ വിശേഷിപ്പിക്കുന്നത് ഒരു മതപരമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലും അടിയുറച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നയാളെന്നാണോ, അതല്ല ഒരു ശാസ്ത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്നെ ശാസ്ത്രകാരൻ തന്നെയാണ് വിശ്വസിപ്പിക്കുന്നത്. കാരണം ഞാൻ MSc കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് MPhilന് പോയത്. MPhil സൈറ്റോജെനറ്റിക്സ്, ജീൻ, DNA, ക്രോമസോം പഠിച്ചപ്പോഴും എനിക്ക് ഇത്രയും വിവരമില്ലായിരുന്നു. A ഗ്രേഡോടുകൂടി തന്നെയാണ് പാസ്സായത്. അതിന് B.Ed കഴിഞ്ഞു.
സാർ പറഞ്ഞാൽ ചോദിച്ചില്ല, BEd നാച്ചുറൽ സയൻസ് ബയോളജി കഴിഞ്ഞ ആളാണ് ഞാൻ. എന്നിട്ട് BLAC കഴിഞ്ഞു, ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ എല്ലാ സബ്ജക്റ്റും പഠിച്ചു. എൻ്റെ പഠനം ജീൻസിനോട് എന്നാ വിരോധം തുടങ്ങിയത്? ജീൻസ് 2 ജീൻസ് ഉണ്ട്. JENS ആണോ GENS ആണോ? രണ്ടിനോടും. രണ്ടിനോട്. ആ ജീൻസിനെ ഞാൻ എതിർക്കുന്നത് ഈ ജീൻസിന് കുഴപ്പമുണ്ടാകാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ജീൻ എന്ന് പറയുന്നത് പലർക്കും അറിയില്ല. കാരണം ഇതാണ് ഏറ്റവും വലിയ ജീൻ. ഈ ജീൻ, ആ ജീൻസ് ഇടുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഡാമേജസ് സ്പേമിലും എങ്കിലും ഉണ്ടാകുന്നതിൻ്റെ ഫലമായി അടുത്ത തലമുറ മക്കൾക്ക് ദോഷമുണ്ടായി പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ജീനിന് വേണ്ടി ആ ജീനിനെ എതിർക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ സ്ത്രീവിരുദ്ധൻ എന്ന ടാഗ് താങ്കൾക്ക് ആദ്യം തന്നതാരാ? അതാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആരൊക്കെയോ കൂടി ചേർന്ന് അലങ്കരിച്ച് വെച്ച് തലയിൽ വെച്ച് തന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ട്, ആർജവമുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിന് ഇപ്പം തന്നെ ഈ കാലാവസ്ഥയിൽ ഈ ഫ്ലോറിനകത്ത് നല്ല കണ്ടീഷൻ നമുക്ക് സുഖമായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി ആ റോഡിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അറിയണം. നമ്മുടെ കുറച്ചുകൂടി ചൂട് കൂടിയാൽ തുണി വേണ്ടെന്ന് പറയൂ താങ്കൾ? തീർച്ചയായും. ഫോറിനേഴ്സ് ഇവിടെ വരുമ്പം അവർ ലെസ് ഡ്രസ്സിലല്ലേ പോകുന്നത്. നമ്മുടെ കുട്ടികൾ പക്ഷെ അവിടെ ഞാനിപ്പോൾ റഷ്യയിൽ പോയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കോട്ടൺ സൂട്ടുമാണ് ഇട്ട് കിടക്കുന്നത്. അതാണ് നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കാശ്മീരിലും അല്ലെങ്കിൽ ഡൽഹിയിലും അങ്ങനെ വരുന്നുള്ളൂ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഡ്രസ്സ്, ആഹാരം, അങ്ങനെയുള്ള എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെയാണ് ഗുണം. വേദവും വസ്ത്രവും തമ്മിൽ താങ്കൾ എങ്ങനെ ബന്ധിപ്പിക്കും? വേദവും വസ്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും. അത് യുക്തിചിന്ത മാത്രമല്ല, ഒരല്പം ബുദ്ധിയും കൂടെ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ ബൈബിൾ പഠിച്ചപ്പോഴാണ് അത് ആദ്യമായിട്ട് കണ്ടത്. ബൈബിളിൽ നിയമാവർത്തന പുസ്തകം 22:5. ബൈബിൾ പഠിച്ചതെല്ലാം ഞാൻ എൻ്റെ ഫാമിലി നശിച്ചതിന് ശേഷമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ കണ്ടത്, സ്ത്രീ പുരുഷൻ്റെ വേഷമോ പുരുഷൻ സ്ത്രീയുടെ വേഷമോ അണിയാൻ പാടില്ല. എന്തുകൊണ്ട്? എല്ലാം മറിച്ച ചരിത്രം ഉണ്ടായിരുന്ന കാലത്തല്ലേ രചിക്കപ്പെട്ടത്. പക്ഷെ ആ സമയത്ത് ജനിച്ച മക്കളെല്ലാം 3 കിലോ 2 അല്ല, നേരത്തെ നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയും 3 കിലോ 4 കിലോ എന്ന്. എല്ലാം മറച്ചായിരുന്നില്ലേ ആദ്യ രൂപത്തിലുണ്ടായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു? അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ വസ്ത്രങ്ങളെ കുറിച്ച് ബൈബിൾ പറഞ്ഞതിനകത്തൊരു അതിശയോക്തിയില്ലേ? ഇല്ല, വസ്ത്രങ്ങളിലേക്ക് വരുമ്പോൾ വേഷത്തിൻ്റെ കാര്യത്തിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും എൻ്റെ കയ്യിൽ പേപ്പറുണ്ട്, ഇൻ്റർനാഷണൽ പേപ്പറുകളുണ്ട്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മുടെ DNA ട്യൂൺ ചെയ്യപ്പെടും. താങ്കൾ സ്ത്രീ വിരോധമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളതിന്റെ ചില ക്ലിപ്പിങ്ങുകളെങ്കിലും ഇപ്പോഴും വീഡിയോയിൽ ഇപ്പോഴും ഇല്ല. അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധമായ പ്രഭാഷണം നടത്തിയിട്ടില്ല, ഒരിക്കലും ചെയ്യില്ല. അപ്പം ഇവിടെ നമുക്ക് ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പേപ്പട്ടിയാക്കാം, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക. ശരി, നമുക്കൊരു ദൃശ്യം നോക്കാം. നമുക്ക് ശ്രീ രജിത് കുമാർ നടത്തിയ ഒരു പ്രഭാഷണത്തിന് ഒരു ക്ലിപ്പിംഗ് ഇട്ടിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാലോചിച്ചേ, പട്ടുപാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ പെൺകുട്ടിയുടെ ചിന്ത പോലെ ആയിരിക്കോ ആ പെൺകുട്ടി ജീൻസ് വിട്ട് ഷർട്ട് വിട്ട് നടക്കുമ്പോൾ? ചിന്ത മാറില്ലേ? മനസ്സ് നന്നാവട്ടെ എന്നാണ് നിങ്ങൾ പാടിയത്. ഇതൊക്കെ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ രജിത് കുമാർ പറയുന്നത്? DNA ന്യൂക്ലിയോടൈഡുകൾ എത്രാമത്തെ ടെമ്പറേച്ചറിലാണ് ബ്രേക്ക് ചെയ്യുക? ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്രയെന്ന് കണ്ടെത്തണം. ആർക്കിമിഡീസ് അല്ലെങ്കിൽ പഴയ ഗലീലിയോ. നമ്മുടെ ശരീരത്തിൽ ന്യൂക്ലിയോടൈഡുകൾ ബ്രേക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? അതെ, ഈ കിടക്കുന്നത് ഈ അടുത്ത ഇടയ്ക്ക് നമ്മുടെ 41 ഡിഗ്രി മുതൽ 47 ഡിഗ്രി വരെ ശരാശരി കേരളത്തിലെ ചൂട്, 52 വരെ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ചൂട്. ആ ഡിഗ്രിയിൽ ന്യൂക്ലിയോടൈഡുകൾക്ക് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുന്നു ഇനിയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിനെ ഉത്കണ്ഠ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇറക്കിയല്ലോ, വിദ്യാഭ്യാസ വകുപ്പുകൾ ഇറക്കിയല്ലോ, ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കരുന്നത്. കഴിഞ്ഞ വർഷം സർക്കുലർ തന്നെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ ഘടകമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ന്യൂക്ലിയോടൈഡുകളെയും DNA-യും ജീനുകളെയും ഒക്കെ ഉദ്ധരിച്ച് പറയുമ്പോൾ മുമ്പിലേക്ക് വിശ്വസിപ്പിക്കാൻ പറ്റിയ ഒരു തെളിവ് ഇത് ഈ അടുത്ത ഇടയ്ക്ക് കൊല്ലത്ത് നിന്ന് തന്നെ പബ്ലിഷ് ചെയ്തതാണ്. ഈ കഴിഞ്ഞ വർഷം 53,157 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ 792 കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങളാണ്. ഈ ജനിതക വൈകല്യങ്ങൾ എന്ന് പറയുന്ന 6-7 കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് ആര് പറഞ്ഞു? ഇവരിലുള്ള പഠനങ്ങളിൽ താപനില കൂടിയ സ്ഥലത്ത് താമസിച്ചവർ അവരുടെ പഠനം. അതുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണിക്കണം. ഇത് നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പറുകളിലൊന്നും വന്നില്ല. ഹിന്ദു എൻ്റെ കണ്ടെത്തലുകൾക്ക് സമാനമായ കണ്ടെത്തലുകൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയത് കൊണ്ടാണ് ടു ബിക്കം ഡാഡ്, അച്ഛനാകണമെന്നുണ്ടെങ്കിൽ യൂസ് ലൂസ് ബോക്സസ്, അവോയ്ഡ് ടൈറ്റ് അണ്ടർ ഗാർമെന്റ്. ഞാൻ സർ യഥാർത്ഥത്തിൽ പറയേണ്ടത് അണ്ടർ ഗാർമെന്റ് എന്നാണ്. ഞാൻ പക്ഷേ അണ്ടർ ഗാർമെന്റ് എന്ന് പറയാത്തതിന് കാരണം എന്റെ പിള്ളേരല്ലേ കുറെ പേര് എന്നെ ചോദിക്കും, സാറ് കണ്ടോ ഞാൻ ഇട്ടേക്കുന്നത് ടൈറ്റ് ആണോ അല്ലയോ എന്ന്. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാണ് ടൈറ്റ് ജീൻസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും സ്ത്രീകൾ ടൈറ്റ് ജീൻസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അതിന് പുരുഷന്റെ കട്ട് ചെയ്ത് ചാനലോ വീഡിയോ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ, പുരുഷനും സ്ത്രീക്കും ടൈറ്റ് ജീൻസ് പാടില്ലെന്നാണ്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മക്കൾ ജനിച്ച് കഴിയുന്നത് വരെ പുരുഷന്മാരുടെ ടെസ്റ്റിക്കിൾസ് പുറത്താണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല.
അപ്പൊ പുരുഷന്മാരെക്കാൾ കൂടുതൽ സേഫ് സ്ത്രീകൾക്ക്. അതിലേക്ക് ഞാൻ തീർച്ചയായും വരാം. വളരെ നല്ല ചോദ്യം. എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. ടെസ്റ്റക്കിൾ പുറത്തു വെച്ചത് തന്നെ എന്തിനാന്ന് 10ാം ക്ലാസ് 8ാം ക്ലാസ്സിന്റെ CBSE സിലബസിൽ കിടപ്പുണ്ട്. ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ ടെസ്റ്റക്കിൾ അടിക്കാൻ വേണ്ടി ടെസ്റ്റക്കിൾ പുറത്തു വെച്ചാൽ. പക്ഷേ ടൈറ്റ് അണ്ടർ ഗാർമെന്റും ടൈറ്റ് ജീൻസും ഇട്ട പെൺകുട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഈ ഹോട്ട് ടെക്നോ പാർക്കിന്റെ AC-ലല്ല, ഇവിടുത്തെ AC-ലല്ല, സാധാ ക്ലാസ് റൂമിൽ ചൂടിന്റെ പുറത്തിരിക്കുമ്പോൾ അവരുടെ പ്യൂബിക് ഏരിയ എന്ന റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ ചൂട് കൂടുമ്പോൾ വിയർപ്പ് കൂടും. ചൂടും വിയർപ്പും ഈസ് ദി ബെസ്റ്റ് ബ്രീഡിംഗ് പ്ലേസ് ഫോർ ഫംഗസ്. എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്. ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇനി അതിൽ നിന്ന് മൈക്രോബയോളജി ഈ വിയർപ്പ് കൂടാതിരിക്കാൻ അണ്ടർ ഗാർമെന്റുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നതല്ലല്ലോ. അണ്ടർ ഗാർമെന്റ് ഉപയോഗിക്കില്ല, ലൂസ് വെന്റിലേറ്റഡ് കാറ്റ് കയറുന്ന ടൈറ്റ് ഡ്രസ് ഉപയോഗിക്കാതെ കാറ്റ് കയറുന്ന ലൂസ് ഡ്രസ് ഉപയോഗിക്കുക. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു മൈക്രോബയോളജിസ്റ്റായ അതിൽ PhD ഉള്ള ഒരു കോളേജിൽ ബോട്ടണി പഠിപ്പിക്കുന്ന ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ താല്പര്യമുള്ള താങ്കൾ ഇത്തരം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടും ഇത്തരം വസ്ത്രധാരണം മാത്രമല്ല, ഞാൻ ഇത്തരം ബിഹേവിയറൽ പാറ്റേണുകളെ കുറിച്ചും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം എന്റെ ജീവിതം നശിച്ചത് അങ്ങനെയായിരുന്നു. ദാറ്റ് മീൻസ് അത് ഞാൻ ഈ ജീൻസ് മാത്രമല്ല, ജീൻസാണോ താങ്കളുടെ ജീവിതം നശിപ്പിച്ചത്? തീർച്ചയായിട്ടും അതൊരു ഫാക്ടറാണ്. ബാക്കി കൂടെ പറയാൻ അവസരം തരണ്ടേ? 7 കാരണങ്ങളുണ്ട്. 7 കാരണങ്ങൾ. 1, നമ്മൾ കുടിക്കുന്നത്. ഈ കുടിക്കുന്ന ചായയും കാപ്പിയൊന്നുമല്ല, കുടിക്കുന്ന ചാര. ഇതാ ഞാൻ ഒരു ചാനലിലും പോകാത്ത മറ്റൊരു ചാനലിൽ പോയി 7 പറഞ്ഞിട്ട് 6 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്നെയും ജീൻസിനെയും കൂടെ എടുത്ത് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് മന്ത്രിയെ കൊണ്ട് പത്ര റിലീസ് ഇറക്കിപ്പിച്ചത്. നിങ്ങൾ മൊത്തം കാണിക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു. കുട്ടികൾ നല്ലത് കുടിക്കണം. പക്ഷേ ഇവിടെ ചാരായ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കുടിക്കുമ്പോഴോ അത് ടെസ്റ്റക്കിളും ഓവറിലും എല്ലായിടത്തും എത്തും. കെമിക്കൽ കയറിയാൽ ബോണ്ട് ബ്രേക്ക് ഉണ്ടാവും. ഇത് 100 പേർക്കുണ്ടാവില്ല, പക്ഷെ 101ാമത്തെ ആളിന് വരും ഇമ്മ്യൂണിറ്റി പവർ. 2, കഴിക്കുന്ന ആഹാരം. നൂഡിൽസും വൈനും ബിയറും കഴിക്കുന്ന ജാപ്പനീസും ചൈനീസും ജീവിക്കുന്ന അത്രയും കാലം പോലും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റ് കണ്ടീഷൻസ് കൂടിയുണ്ട്. നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ജീവിക്കാൻ ആവശ്യമായ നല്ല സാഹചര്യങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ ഒരാളുടെ ജീവിതത്തെ നിശ്ചയിക്കുന്ന ഘടകമാണ്. നിങ്ങൾ എന്നെ ജീൻസിൽ ഒതുക്കുന്നത് കൊണ്ടാണ്. കഴിക്കുന്ന മരുന്ന്, ഇവിടെ ആഹാരത്തിനേക്കാൾ കൂടുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്ന് കഴിച്ച രോഗം ഉണ്ടാവുന്നു. മരുന്ന് ഓവർ കഴിച്ചാലും എപ്പോഴാ രോഗം ഉണ്ടാവുമ്പോഴല്ലേ? അപ്പൊ അസുഖം തലയ്ക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ കാലിനാണ് ഉണ്ടാകുമെങ്കിൽ ആ കാലിലെ സെല്ലുകളെ മാത്രമല്ല അത് അറ്റാക്ക് ചെയ്യുന്നത്. ആ കെമിക്കലുകൾ എന്ന് പറയുന്നത് ബ്ലഡിൽ കയറിയാൽ നല്ല സെല്ലുകളെ കൂടെ. 1925 കേരളത്തിന്റെ ശരാശരി ലൈഫ് എക്സ്പെക്ടൻസി എത്രയായിരുന്നു അറിയാം? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇറ്റ്സ് ലെസ് ദാൻ 30, 30-ൽ താഴെ. ഇപ്പോൾ 70-ലേക്ക് എത്തിയതിന് മെഡിക്കൽ രംഗത്തുണ്ടായ വിപ്ലവമല്ലേ? തീർച്ചയാണ്. നമ്മൾ മരുന്ന് കഴിച്ച് ലോഞ്ചിവിറ്റി, നമ്മുടെ ആയുസ് മരുന്ന് കഴിച്ച് കൂട്ടിക്കൊണ്ട് കിടക്കുകയാണ് കട്ടിലിൽ. കുറെ എന്താ മരുന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് പൊല്യൂഷൻ ഉപയോഗിക്കാൻ കഴിയും. 5ാമത്തെ സംഗതിയാണ് അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ. ഈ വലിച്ചു കയറ്റുന്ന പ്ലാസ്റ്റിക് മാലിന്യവും ബ്ലഡിലെത്തിയതിനു ശേഷമാണ് എത്തുന്നത്. ഇനി ജീൻസിന്റെ കൂടെ പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. എന്താ സംഭവം? ആൺകുട്ടികളിൽ പലരും ഈ ജീൻസ് ഇറക്കിയിട്ട് ഈ മൈക്രോവേവ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുള്ള മൊബൈൽ എന്ന് പറയുന്ന പലക പോലെയുള്ള സാധനം 2 ഇവിടെ ഇറക്കി വെച്ചേക്കുക. അതിന്റെ 2ന്റെ ഇടയിലാണ് അവൻ അടുത്ത കുഞ്ഞ് ജനിക്കേണ്ട ടെസ്റ്റക്കിൾ എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത്. ഞാനിത് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികൾക്ക് അടുത്ത തലമുറ നല്ലതുണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ. നമുക്ക് ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് കൂടി കണ്ടതിന് ശേഷം നമുക്ക് മറ്റതിഥികളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. കാസർഗോഡ് അങ്ങ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗത്ത് നിഷേധികളായ ചെറുപ്പക്കാരെ കുറിച്ചും അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. പ്ലീസ്. ഇതാ കണ്ടോളൂ, നിഷേധികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജനിക്കാൻ പോകുന്ന മക്കൾ ഇത്തരത്തിലിരിക്കും. ആൺകുട്ടിയുടെ വിചാരമുള്ള ഒരു പെൺകുട്ടി, ആണിന്റെ വേഷം ധരിക്കുന്ന പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന സന്തതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അങ്ങ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. തെറ്റുപറ്റിപ്പോയതാണോ? ഇല്ല, ഒരു കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. ആ ക്ലിപ്പിൽ തന്നെ കാണിച്ചു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പൊ 2 പേരെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. 2, ഇത് അമേരിക്കയും സ്പെയിനും ഫ്രാൻസും കൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു പേപ്പറാണ്. സയന്റിസ്റ്റ് ഫൈനലി ഷോ ഹൗ യുവർ തോട്ട്സ് ക്യാൻ കോസ് സ്പെസിഫിക് മോളിക്കുലാർ ചേഞ്ചസ് ടു യുവർ ജീൻ. അല്ല, ആൺചിന്തയും പെൺചിന്തയും ഒരാൾക്ക് എങ്ങനെയാണ്? എന്താണ് ഈ ആൺചിന്ത? അത് നമ്മുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷനാണ്. എനിക്ക് സ്ത്രീയുടെ ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടത്തില്ല, യഥാർത്ഥ പുരുഷനും എന്നെ ഇഷ്ടപ്പെടത്തില്ല. അപ്പം എൻ്റേതായിട്ടുള്ള പുരുഷത്വത്തിൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ അധപ്പതിപ്പിക്കുമ്പം എന്നിലെ സ്ത്രീത്വത്തിൻ്റെ ക്യാരക്ടേഴ്സ് ഉണരും. ദെൻ തിരിച്ചു അത് തന്നെയാണ്. അത് ചിന്തകളെ ബേസ് ചെയ്തും ഉദ്ദേശിക്കുന്നത് ലൈംഗിക കാമന മാത്രമാണ്. അല്ല, ലൈംഗിക കാമന മാത്രമല്ല, മൊത്തത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല ഉണർന്ന ജീനുകളെ. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം നിർഭാഗ്യകരമാണെന്നാണ് പറയുക. ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ തെളിയിക്കാം. മമ്മൂട്ടി സാറിന്റെ മകൻ ദുൽഖർ സൽമാൻ നന്നായി അഭിനയിക്കുന്നു. കാരണം എന്താ? ഇൻഹെറിറ്റൻസ്.
അതുപോലെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും മല്ലിക സുകുമാരന്റെയും സുകുമാരന്റെയും മക്കളായി ഏറ്റവും നന്നായി മോഹൻലാലിന്റെ മകനും ഉണ്ട്. മോഹൻലാലിന്റെ മകന് മോഹൻലാലിനേക്കാൾ കൂടുതലായി അഭിനയിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹം ആ സ്വന്തം ജീനുകളെ, ആ സ്കിൽഡ് ജീനുകളെ, ആ ക്യാരക്ടേഴ്സിന്റെ ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തോട് മമ്മൂട്ടി അത് അവിടെയാണ് പ്രശ്നം. അവിടെ ഞാൻ മമ്മൂട്ടിയല്ല എടുക്കുന്നത്, ഞാൻ ദിലീപിനെ എടുക്കാം. പാരമ്പര്യം പറയാനില്ലാത്ത ദിലീപ് സ്വന്തമായി ഹെവി ഹാർഡ് വർക്ക് ചെയ്ത് സ്വയം മിമിക്രികളിലും മറ്റും, അതാണ് ആ ഇൻറ്റൻസീവ് ബേണിംഗ് ഡിസയറോടെ കുട്ടി ചെറുതിലേ തന്നെ ഏറ്റവും ലക്ഷ്യബോധത്തോടെ ഉയരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഏത് ഹൈറ്റ്സിലും എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പാരമ്പര്യം ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇതൊന്നും തമ്മിൽ അങ്ങയുടെ ഈ വേഷവിധാനവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. വേഷവിധാനം ഒരു ഫാക്ടർ, വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. 6-7 ഫാക്ടറുകൾ DNA ജീനുകളെയും ഹോർമോണുകളും ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലുള്ള ഫാക്ടേഴ്സ് മാത്രമാണ്. നമുക്കിപ്പം 2 അതിഥികൾ കൂടി ചേരുന്നുണ്ട്, അനുവദിക്കണം. ശബരിമലയിലെ യുവതീ പ്രവേശന വിവാദങ്ങളിൽപ്പെട്ട വാർത്തകളിൽ നിറയുകയും വ്യത്യസ്തമായ നിലപാടുകളുമായി വേഷധാരണ രീതിയുമായി ജീവിക്കുകയും ചെയ്യുന്ന രഹ്ന ഫാത്തിമ, ഒപ്പം കൊച്ചി മഹാരാജാസ് കോളേജിലെ ആദ്യ ട്രാൻസ്ജെൻഡർ സ്റ്റുഡന്റ് ദയാ ഗായത്രി. വെൽക്കം. ഈ രഹ്ന ഫാത്തിമ ഇട്ടിരിക്കുന്ന വസ്ത്രധാരണവും രഹ്ന ഫാത്തിമയുടെ ചിന്തയും തമ്മിൽ അങ്ങേക്ക് എന്തെങ്കിലും ബന്ധിപ്പിക്കാൻ കഴിയുമോ? അത് ഈ ഓരോ നേച്ചർ അനുസരിച്ച് ഇപ്പം സംസാരിക്കുന്ന ഈ സംസാരമല്ല. ഞാൻ രഹ്ന ഫാത്തിമ ഇതിനു മുമ്പ് ഞങ്ങൾ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഇഷ്യൂസിലും രഹ്ന ഫാത്തിമ എൻ്റെ നല്ല സുഹൃത്താണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ രഹ്ന ഫാത്തിമയുടെ ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ചില വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സംഗതികളിൽ അവരവരുടെ ലൈഫ് സ്റ്റൈലിൽ വേറൊരു രീതിയിൽ പോകുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ട കുറച്ച് കുട്ടികൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ മുമ്പ് അതൊക്കെ താല്പര്യപ്പെടുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ വ്യത്യസ്തനാണ്. കാരണം അതുവഴി പോയപ്പോൾ ഉണ്ടായ ലോങ് റേഞ്ച് ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും അത് ഫ്യൂച്ചർ തലമുറയ്ക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതും കൊണ്ടാണ് ചില തരത്തിലുള്ള വേഷം കെട്ടുകൾക്ക് ഞാൻ എതിർക്കുന്നത്. താങ്കൾ ഇവിടെ പറഞ്ഞു കുറേ അധികം ഘടകങ്ങളാണ് നമ്മളുടെ ജീനിനെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പോലും ഉള്ള ബയോളജി ബുക്കിൽ പഠിപ്പിക്കുന്നത് ചെമ്പരത്തിപ്പൂവിന്റെ പ്രചരണം കാണിച്ചിട്ടാണ് ഇപ്പോഴും പ്രത്യുൽപാദനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് +1 +2 ബുക്കുകളിൽ താങ്കളിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? താങ്കൾ ഈ രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞ പല പരാമർശങ്ങളും കേട്ടു. അതായത് ഒരാളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സ്ത്രീ പുരുഷനാക്കി മാറ്റുന്ന പല ഘടകത്തെയും എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഭക്ഷണവും വസ്ത്രവും എല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വസ്ത്രത്തിലേക്ക് മാത്രം എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു? ഞാൻ വസ്ത്രത്തിലേക്ക് മാത്രമല്ല, അത് നമ്മുടെ ചില മീഡിയകൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഞാൻ 7 മേഖലകളാണ് മെൻഷൻ ചെയ്യുന്നത്. 6 മേഖലയെ ഞാൻ കേട്ടു. പക്ഷെ അതിനെ ഒന്നും, അതിൽ വരുന്ന പ്രോബ്ലംസിനെ ഒന്നും, ഇത്രയും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണം, എന്താ പറയാ, നമ്മൾക്ക് കിട്ടുന്ന വായു, ജലം, ഇതിലൊക്കെ പ്രശ്നമുണ്ടെന്ന് അതിനൊന്നും വന്നിട്ട് മാറ്റം വരുത്താൻ വേണ്ടി താങ്കൾ അതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. തീർച്ചയായും ഇനി മോള് പറഞ്ഞത് തന്നെയാണ്. ഇത്രയും ബുക്കുകൾ ഞാൻ എഴുതിയ ബുക്കുകളാണ്, 9 പുസ്തകങ്ങൾ എഴുതി. ഈ പറയുന്ന ഒന്നും വെളി വരുന്നില്ല. ഇതിനകത്ത് പഠിച്ചതും പഠിച്ച് കണ്ടെത്തിയതുമായ ഒരുപാട് സംഗതികളുണ്ട്. 4 സ്റ്റെപ്പ് ചാടിയാൽ ഗർഭപാത്രത്തിന് സ്ഥാനം മാറും എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അത് സ്വാഭാവികമായി എങ്ങനെ വിശ്വസിക്കും? തീർച്ചയായും ഞാൻ പഠിച്ചത് എന്തുകൊണ്ട്, ഇത് ലണ്ടനിലെ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്, പേപ്പറാണ്. എന്റെ സഹോദരി, കാരണം ഇത് ഒരുപാട് കുട്ടികൾ ശ്രദ്ധിക്കും, വിദ്യാഭ്യാസ ലോകം ശ്രദ്ധിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ കള്ളത്തരം പറഞ്ഞാൽ എനിക്ക് അല്പകാലേ ജീവിതമുള്ളൂ. ഞാൻ സത്യം പറയണം. ഇവിടെ ഇത് ഏത് ജേണൽ, ഇതിന്റെ മുകളിൽ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. ഇല്ല, ഇതിനകത്ത് സംഗതിയുണ്ട്, ഈ മുകളിലുണ്ട്. ഇതിൽ താങ്കൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. The causes or the reason for infertility in female എന്നുള്ള. ഈ ഫീമെയിലിൽ ഇത്രയും ഇൻഫെർട്ടിലിറ്റി കാര്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് വരുമ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നു. ഇതാണ് താങ്കൾ ഇപ്പം മലയാളത്തിൽ പറഞ്ഞ ഏതാ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് യൂട്രസ്. പക്ഷേ സമൂഹത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ഗ്രൂപ്പാണ് അവിടുത്തെ മൊസാദ്. മൊസാദിൽ വനിതകളുണ്ട്. തീർച്ചയായും അവരെടുത്ത് ചാടുന്ന ജമ്പിന്റെ ഹൈറ്റ് താങ്കൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് സേനയെ ഇപ്പോൾ നയിക്കുന്നത് ഒരു സ്ത്രീ കൂടിയാണ്. അവരുടെ കമാൻഡോസിന് ഓപ്പറേഷൻ നൽകുന്നത് സ്ത്രീയാണ്. ഇന്ത്യൻ കോമ്പാറ്റ് ഫോഴ്സിൽ സ്ത്രീകളുണ്ട്. കിടങ്ങുകളിലും ഗർത്തങ്ങളിലും ചാടിപ്പോകുന്ന യൂട്രസ് ഒക്കെ സ്ഥാനം തെറ്റുമെന്നൊക്കെ അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായി ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജഡ്ജി ഇതെല്ലാം കണ്ടതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജഡ്ജി ഉത്തരവിറക്കിയത്. എവിടെ ആര് വിളിച്ചാലും ക്ലാസ് എടുക്കാൻ പോകാന്ന് വിത്ത് സോളിഡ് എവിഡൻസ് ഡിസ്പ്ലേസ്. നമ്മൾ ഈ അറിയുന്ന അറിവുകൾ എത്തിക്കാൻ യൂട്രസ് എന്നുള്ളതല്ല പ്രശ്നം. 4 പടികൾ ചാടിയാൽ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല.
കുട്ടി ഞാൻ കണ്ട ഒരു കാഴ്ച വിമൻസ് കോളേജിലെ ടോക്കിൽ അവിടെ ഫ്രണ്ടിൽ ഒരു മരത്തിൽ ഊഞ്ഞാല് കെട്ടിയിട്ട് ആ ചുമ്മാ കെയർലെസ് ആയിട്ട് അവർ ഈ ബൂട്ടൊക്കെ ഇട്ട് അതിൽ കയറി നിന്ന് ഞാൻ വിമൻസ് കോളേജിലെ ടോക്കിലാണ് അവിടെ ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളെ കൂടെ ചേർത്തേ പറയത്തുള്ളൂ ആ കെയർലെസ് ആയിട്ട് അവർ 2-3 പേര് ആടുമ്പോൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ. ഇവിടെ എപ്പോഴും താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് സ്ത്രീ ശ്രദ്ധിക്കണം അല്ല, പെൺകുട്ടി ശ്രദ്ധിക്കണം. ഒരിക്കലും ആൺകുട്ടികളുടെ ലിംഗവും വൃഷ്ണമൊക്കെ പുറത്ത് തന്നെയല്ല അവർക്കെല്ലാം ഏറ്റവും കൂടുതൽ റിസ്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അവരെല്ലാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴും ഒരു ആൺകുട്ടിനോട് നീ അങ്ങനെ ചാടരുത്, നിന്റെ അവയവങ്ങൾ പുറത്താണെന്ന് പറയുന്നില്ല. അതിന് കാരണമുണ്ട്. അതിന് കാരണം വ്യക്തമായി +2 ബയോളജി പുസ്തകത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫ്. പുസ്തകം എഴുതാൻ അങ്ങാണ്. ഞാനല്ല, NCERT പുസ്തകം അതിന്റെ റെഫറൻസ് പുസ്തകമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. എൻ്റെ ഇപ്പം അതില്ല. ഒരമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ലൈഫ് ടൈമിൽ ഒരു പുതിയ ഓവേറിയൻ ഫോളിക്കിളോ ഓമോ പുതിയത് ഫോം ചെയ്യില്ല എന്ന് കൃത്യമായി +2 ബയോളജി NCERT പുസ്തകത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ ലൈൻ അവിടെ ഇല്ല. ആ ലൈൻ ഞാൻ ഇവിടെ വെച്ച് വാക്ക് പറയുന്നു. ആ ലൈൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പണി ഞാൻ ഈ ലോകത്തുനിന്നേ പോകാൻ തയ്യാറാണ്. പക്ഷെ പഠിക്കുന്നില്ല, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല. അത് സയൻസ്. അതൊരു പക്ഷേ ഈ പരിപാടി കാണുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ NCERT ബുക്ക് പ്രിപ്പയർ ചെയ്തവർക്കുള്ള പഠനങ്ങൾക്കും പുനഃപഠനത്തിനുമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. കം ബാക്ക് ടു ദ ടോപ്പിക്. ഈ ഇരിക്കുന്നത് ആരാണെന്നറിയാമോ? ഇത് ദയാ ഗായത്രിയാണ്. ദയാ ഗായത്രി ആരാണെന്നറിയാമോ ഡോക്ടർ രജിത് കുമാറിന്? എനിക്ക് ഈ കുട്ടിയെ എൻ്റെ അനിയനായി കാണാം, അനിയത്തിയായും കാണാം. അനിയത്തിയായിട്ട് കാണാം. പറയാം, തീർച്ചയായിട്ടും എൻ്റെ മകളെ പോലെയും കാണാം, എൻ്റെ അനിയനായും കാണാം, അനിയത്തിയെയും കാണാം, മകനെയും പോലെ കാണാം, മകളെയും പോലെ കാണാം. പക്ഷേ ഏത് ലെവലിൽ, ഞാൻ ഉത്തരം പറഞ്ഞില്ല, ഈ കുട്ടിയെ ഞാൻ ഏത് ലെവലിൽ കാണണം എന്ന് എനിക്ക് എൻ്റെ ബോധം തീരുമാനിക്കുന്നത് ഈ കുട്ടി എന്നോട് സഹകരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ രൂപം കണ്ടതുകൊണ്ട് മാത്രം എനിക്കത് ജഡ്ജ് ചെയ്യാൻ ഞാൻ ദൈവമൊന്നുമല്ല. ആ കുട്ടി എന്നോട് പെരുമാറുമ്പോഴാണ് എനിക്കറിയാൻ കഴിയുന്നത്. എൻ്റെ ബോധം പറയും. സുപ്രീം കോടതി വിധി പ്രകാരം ഒരാളുടെ ജെൻഡർ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രോനൗൺ നാമവിശേഷണം അത് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നെ ഒരു ആണായിട്ട് മെൻഷൻ ചെയ്യണോ, ഒരു പെണ്ണായിട്ട് മെൻഷൻ ചെയ്യണോ, അല്ലെങ്കിൽ എന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ട് മെൻഷൻ ചെയ്യണോ എന്നുള്ളത് എൻ്റെ മാത്രം അവകാശവും എൻ്റെ മാത്രം ആഗ്രഹവുമാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മോൾ വിളിക്കണോ മോൻ വിളിക്കണോ എന്നൊരു പേരറിഞ്ഞ പെട്ടെന്ന് പേരറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഒരു സ്ത്രീ ആയിട്ട് വിശേഷിപ്പിക്കാം. ശരി, ഓക്കെ. അപ്പോൾ എൻ്റെ സിസ്റ്ററെ, താങ്കൾ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ കാറ്റഗറിയിൽ വരുമോ ഫീമെയിൽ കാറ്റഗറിയിൽ. ഡോക്ടർ രജിത് കുമാർ, ഈ ദയാ ഗായത്രി പോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? അവരല്ല പ്രോബ്ലം. തീർച്ചയായിട്ടും ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എത്രയോ ഇത്രയും ബയോളജിക്കലി പഠിച്ച ഒരാളാണ് താങ്കൾ. എനിക്ക് അത്രയും അതിനെ കുറിച്ച് വിജ്ഞാനമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾ എനിക്ക് പറഞ്ഞു തരേണ്ടതാണ് എങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള വിഭാഗം ഉണ്ടാവുന്നത്. ഇതാണ് കോസസ് ഓഫ് ഇന്റർസെക്ഷുവാലിറ്റി. ഈ ഇന്റർസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമ്മളിതിന് പല പേരുകൾ പറയും. മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46ആണ്. ഈ 46 ക്രോമസോം ഉണ്ടെങ്കിലേ മനുഷ്യനായി പറയും. ഈ മനുഷ്യനെന്ന് പറയുന്ന പുരുഷനിലും സ്ത്രീയിലും 46-ൽ ഒരു ക്രോമസോം നമ്പർ കുറഞ്ഞാൽ 45 ആകുന്ന കേസിൽ അതിലാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് പെണ്ണാണെങ്കിലും 45 ക്രോമസോം ആയാൽ ടേണേഴ്സ് സിൻഡ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു രൂപമായിട്ട് അതിനെ മെഡിക്കൽ സയൻസും ജനറ്റിക്സും കൺസിഡർ ചെയ്തിരിക്കുന്നത്. 47ാമത്തെ ഉത്തരം പറയണല്ലോ. 40 അതിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്നല്ലേ പറഞ്ഞത്, അതിലേക്ക് വരാൻ പോവുകയാണ്. 46 എന്ന് പറയുന്ന ക്രോമസോമിൽ ഒരു ക്രോമസോം കൂടെ കൂടുമ്പോൾ 47 എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നു. ആ 47 എന്ന് പറയുന്ന കണ്ടീഷനെയാണ് ക്ലീൻഫെൽറ്റർ സിൻഡ്രം എന്ന് പറയുന്നത്. ഇത് ആണുങ്ങൾക്കുണ്ടാകുന്നതാണ്. ആണ് പെണ്ണിന്റെ ക്യാരക്ടേഴ്സിലേക്ക് പോകും, മറ്റതിലാണെങ്കിൽ പെണ്ണ് ആണിന്റെ ക്യാരക്ടേഴ്സിലേക്ക് പോകും. ക്രോമസോമിൽ ഒരു നമ്പർ വ്യത്യാസം വന്നാൽ ആ സ്പീഷീസ് എന്തായി മാറും? അതാ പറഞ്ഞത്, മനുഷ്യൻ തന്നെയായിരിക്കും. മനുഷ്യനിലെ ട്രാൻസ്ജെൻഡർ ആയിരുന്ന കാറ്റഗറി ക്രോമസോമുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഏത് പഠനം പറയുന്നു? എല്ലാ ക്ലാസ് +2 എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന ക്രോമസോമുകളുടെ എണ്ണം ക്രോമസോമുകളുടെ സ്വഭാവമല്ല, ആ ക്രോമസോമുകളുടെ എണ്ണം വ്യത്യാസം. അതിന് അന്യൂപ്ലോയിഡി എന്നാണ് പറയുന്നത്. യൂപ്ലോയിഡി അന്യൂപ്ലോയിഡി സെറ്റ് മാറിയാൽ അതിന് യൂപ്ലോയിഡിൽ വരും. അന്യൂപ്ലോയിഡി നമ്പർ മാറുന്നതുകൊണ്ടാണ്. For the science people to judge and to comment on this. ഇതെല്ലാം ശരിയാണ്. ഒരു ചലഞ്ച് കൂടെ തരുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും എന്നെ പീഡിപ്പിക്കരുതെന്നൊരു അപേക്ഷയോടെ എനിക്കുണ്ട്. ദയക്ക് ഇദ്ദേഹത്തോടുള്ള ചോദ്യം, ഈ ദയയുടെ അമ്മ ജീൻസ് ഇട്ടിട്ടില്ല. ജീൻസ് ഇട്ട ഒരമ്മയ്ക്ക് സ്വാഭാവികമായും ആൺചിന്തയുള്ള ഒരു സ്ത്രീക്ക് ട്രാൻസ്ജെൻഡർ ഉണ്ടാകാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ക്രോമസോമിന്റെ മാറ്റം താങ്കൾ ഇപ്പൊ പറയുന്നു. കാസർഗോഡ് പ്രസംഗം വളരെ വിദഗ്ധമായി എന്നെ ട്രാപ്പ് ചെയ്യാണ്. വളരെ താങ്കൾ പറഞ്ഞ അതേ വാചകങ്ങളാണ് പ്രാവശ്യമുണ്ട്. ഞാൻ തെളിയിക്കാം. ഞാൻ ആ കുട്ടിയുടെ അമ്മ അന്നേ സമയത്ത് ജീൻസ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് മണ്ടനാണോ?
ജീൻസ് മാത്രമല്ല ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, 7 ഫാക്ടറുകൾ. കാസർഗോഡ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗത്തിൽ കൃത്യമായും പറയുന്നത് സാറേ, ആദ്യം നമ്മൾ സാറ് ഒരു കോളേജിൽ അധ്യാപകനായിരുന്നല്ലോ, നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ആലങ്കാരികമായി കുറെ കാര്യങ്ങൾ പറയും. അത് കുട്ടിക്ക് ഹൃദ്യമാവാനും കാര്യം മനസ്സിലാകാനും. അല്ലാതെ വടിവിഴുങ്ങി കണക്ക് പോയെന്ന് ക്ലാസ് എടുത്താൽ ആരും നമ്മളെ വിളിക്കത്തില്ല. ആ പ്രസംഗം തെറ്റിപ്പോയി എന്നാണ്. ആ പ്രഭാഷണം അത് നമ്മൾ എത്ര 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരുന്ന ഷോയാണ്. നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പോയി തട്ടിപ്പിടിച്ചിട്ട് വരാം. ഞാൻ എൻ്റെ ശരീരം വളരുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ ചാരായവും കുടിച്ച് സിഗരറ്റും വലിച്ച് നിക്കോട്ടിനും അകത്ത് പോയി തോന്നിയ കണക്ക് ജീവിതം നടത്തിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് അപ്പോഴൊരു കുടുംബം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ ശരിയല്ലാതെ എൻ്റെ ശരീരത്തിലെ ഇന്റേണൽ കണ്ടന്റുകൾ ശരിയല്ലാതെ എനിക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ടാകും, എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടാകുന്നെങ്കിൽ അതിന് റീസൺ ആരാ? അയൽവക്കാരാ? ഒരിക്കലുമല്ല, നിങ്ങളല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. ഒരിക്കലുമല്ല. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ പോവുക എന്നുള്ളതല്ലേ? അബ്നോർമാലിറ്റി അല്ല. അല്ല, അതാണ് പറഞ്ഞത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കാര്യം മനസ്സിലാക്കൂ. ജീൻ DNA സെപ്പറേഷനിൽ ജനറ്റിക്കൽ നോർമലി അത് പെയർ ചെയ്യുന്നതിന് പകരം ഒരു ക്രോമസോം സെപ്പറേറ്റ് ചെയ്തു പോകുന്നു. അവിടെയാണ് 46 47 45 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്നത്. ഡോക്ടർ ജിത് കുമാർ, അങ്ങ് തന്നെ കൃത്യമായി പറഞ്ഞത് പുരുഷവേഷം ധരിക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കുമെന്നാണ്. അത് ഒരു പെണ്ണിന്റെ ചിന്തയോടുകൂടി ഏത് വസ്ത്രം ധരിച്ചാലും ഒരു പ്രോബ്ലവും ഇല്ല. ഒരു പക്ഷേ ഇവിടെ ഒരിക്കലും അല്ല. നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെപ്പോലെ എല്ലാവരും അല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ ഒരു പോലീസ് യൂണിഫോം നിങ്ങൾക്കൊരു അഭിനയത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നടിക്ക് പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ചിന്തയും പ്രവർത്തനവും എങ്ങനെയായിരിക്കും? അവിടെ പോയി പെണ്ണിന്റെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനവും നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും എല്ലാം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുവെന്ന് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. ഞാൻ 2 സ്മോൾ അടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഒരു ഗഞ്ചാവോ ഡ്രഗ്സോ ഏതെങ്കിലും അടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ചിന്ത വ്യത്യാസമായിട്ട് പോയി, എൻ്റെ കൈ കിട്ടില്ല സാധനം. പക്ഷേ ജീൻസ് ഇടുമ്പോൾ അങ്ങനെ മാറുമോ? നമ്മുടെ ശരീരത്തിന് ടൈറ്റ്. ഇപ്പൊ ഈ സംഗതി മാറ്റി താങ്കളെ പോലും ഒരു നിക്കർ ഇടിപ്പിച്ചിട്ടോ ഒരു തോർത്തുടിപ്പിച്ചിട്ടോ ഒരാളിനെ ഇറക്കിയാൽ നമ്മുടെ ശരീരം അങ്ങ് മാറുകയാണ്. അപ്പൊ അവിടെ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ശരീരം മാറുന്നുണ്ടോ? ശരീരം ചിന്തകൾ മാറും. സാർ നേരത്തെ പറയുകയുണ്ടായിരുന്നു, സ്ത്രീകളായിട്ടുള്ള ആളുകൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുരുഷ ചിന്ത ഉണ്ടാവുകയും പുരുഷന്മാരുടെ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നത്. ഇതൊക്കെ 1000 വട്ടം ഒരുപാട് ചാനലുകളിൽ. എന്റെ ചോദ്യം ഇതാണ് സാർ, അതിലേക്ക് വരാം. ഞാൻ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോ സെക്സ് റീഅസൈൻമെന്റ് സർജറി എല്ലാം കഴിഞ്ഞു. നിമിഷം ചോദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഞാനൊരു ആണിന്റെ ശരീരത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുമായിരുന്നു. അപ്പോഴും എൻ്റെ ചിന്തകളെല്ലാം സ്ത്രീകളുടേതായിരുന്നു, എൻ്റെ സംസാരവും രീതികളും പെരുമാറ്റവും എല്ലാം സ്ത്രീകളുടേതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈസ്ട്രജന്റെ അളവ് വർദ്ധിച്ചില്ല? ഒരു ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാകും, അതുപോലെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഞാനിപ്പോൾ സ്റ്റിൽ ഹോർമോൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എനിക്ക് ചോദിക്കാൻ വന്ന ചോദ്യം അത് തന്നെയാണ്. താങ്കൾ ആൺകുട്ടിയായി ജനിച്ച് ഇപ്പൊ പെൺകുട്ടി അങ്ങനെയല്ലേ പറഞ്ഞത്? ആണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഡോക്ടർമാർ തന്നും ഹോസ്പിറ്റലിലും അല്ല ഏതെങ്കിലും രീതിയിൽ താങ്കൾ ഒരുപാട് ആ ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ വിധേയത്തിലൂടെ പോയാണ് താങ്കൾ ഇപ്പൊ യഥാർത്ഥ പെൺകുട്ടിയായി മാറുന്നത്. താങ്കൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് ഇത് തന്നെയാണ്. ഞാനൊരു ആൺകുട്ടിയായിട്ടിരിക്കുന്ന സമയം മുതലേ ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റും എടുക്കാതെ ഇപ്പോ പറയാമോ താങ്കൾക്ക് ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല എന്ന്? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാതെ. ശരീരത്തിലിരിക്കുന്ന സമയത്തെ ഞാനൊരു ഹോർമോണും എടുത്തിട്ടില്ല. ആ സമയം മുതലേ എനിക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണത്തോടായിരുന്നു താല്പര്യം. ഞാൻ എന്റെ സർജറിക്ക് മുമ്പും ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഞാൻ പെൺകുട്ടികളുടെ വസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്റെ ഈസ്ട്രജന്റെ ഡെവലപ്മെന്റ് ഉണ്ടായില്ല? തീർച്ചയായിട്ടും ഈ കുട്ടി പറയുന്നതിൽ തന്നെ ഉത്തരവുണ്ട്. ആ കുട്ടിയുടെ ഹോർമോൺ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കൂടുതൽ പെൺകുട്ടിയാക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഹോർമോൺ ഈ കുട്ടി നിലവിൽ ദയാഗായത്രി ഒരു ആൺകുട്ടിയായിട്ടിരിക്കുമ്പോൾ പെൺവസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി. പക്ഷേ അല്പം പോലും ഈസ്ട്രോജൻ അളവ് കൂടിയിട്ടില്ല. മനസ്സിലായി സാർ. അത് തന്നെ അതിലേക്ക് പറയാൻ പറ്റുന്നത്. മോള് ആൺകുട്ടിയായിരിക്കുന്ന സമയത്ത് പെണ്ണിന്റെ വസ്ത്രം ഇഷ്ടപ്പെട്ടത് പെണ്ണിന്റെ രീതിയിൽ പോയതും ആ ചിന്തകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും. യെസ്.
ആ ചിന്തയാണ് അതെ അതായത് ഈ ആ ചിന്തയാണ് ഹോർമോണൽ ലെവൽ മാറുന്നത്. ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഈസ്ട്രോജൻ കാരണം ഡോക്ടർ രജിത് കുമാർ, ആ ചിന്ത കൊണ്ട് ദയാ ഗായത്രിക്ക് ഈസ്ട്രോജന്റെ അളവ് കൂടിയിട്ടില്ല. ആയിരുന്നപ്പോൾ പെൺകുട്ടിയുടെ ഡ്രസ്സ് ധരിക്കുന്ന സമയങ്ങളിലും അയാൾക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തില്ല. പക്ഷെ അയാളുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അയാളുടെ ഹോർമോൺ ട്രീറ്റ്മെന്റിന് വിധേയനാണ്. ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഈസ്ട്രോജൻ ഡെവലപ്പ് ഏതൊരു വ്യക്തിയും ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിലുള്ള ഹോർമോണിന്റെ അളവുകളെല്ലാം അളന്ന് നോക്കും. എല്ലാം അളവുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് എത്രത്തോളം ഈസ്ട്രോജൻ അളവുണ്ട്, എത്രത്തോളം. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞോ ഇയാൾക്ക് ഈസ്ട്രോജന്റെ അളവ് കുറവാണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ് കൂടുതൽ, അതുകൊണ്ട് ഇയാൾക്ക് പെണ്ണാവാം എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞോ? ഇയാള് ആൺകുട്ടിയായിരുന്ന സമയത്ത് പെണ്ണിന്റെ ചിന്താഗതികൾ വരികയും പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുകയും ആ പെണ്ണിന്റെ രീതി പോയാൽ അത് ഇയാളുടെ ഇഷ്ടം, നല്ല കാര്യം, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കെമിക്കലാണ് സംസാരിക്കുന്നത്, ഹോർമോണാണ് സംസാരിക്കുന്നത്. ഇയാൾ ആ സമയത്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഇയാളുടെ ചിന്തകൾ എന്ന് പറയുന്നത് പെണ്ണിന്റെ ക്യാരക്ടേഴ്സ്, പെണ്ണിന്റെ എക്സ്പ്രഷൻ, പെണ്ണിൻ്റെതായ ചിന്തകൾ, ആ നല്ല രീതിയിലുള്ള എക്സ്പ്രഷൻസ് എല്ലാം വന്നപ്പോൾ ഇയാളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ആണിന്റെ ഹോർമോൺ കൂടുതലായിട്ടുണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഡോക്ടർ തട്ട് ചെയ്ത് കാണിക്കാം? അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് ഞാൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എൻ്റെ അടുത്തുണ്ട്. താങ്കൾക്ക് അയച്ചു തരാം അത്. നിലവിൽ രഹിന ഫാത്തിമ എന്ന പെൺകുട്ടി വളരെ അഡ്വഞ്ചേഴ്സ് ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും വിവാദങ്ങളുണ്ട്, പല എതിരഭിപ്രായങ്ങളുമുണ്ട് സമൂഹത്തിൽ. ശബരിമലയിലേക്ക് പോകാൻ പോലും തയ്യാറായ ഒരു പെൺകുട്ടിയാണ്. പലപ്പോഴും അതിസാഹസികമായ രീതിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. രഹിന ഫാത്തിമയ്ക്ക് ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കൂടിയിട്ടില്ലല്ലോ. ആ കുട്ടി ആ സ്ത്രീത്വം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇയാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, പല ക്ലിപ്പുകളും പല വീഡിയോകളും, അതിലെല്ലാം ഇയാൾ ആ നല്ല പെണ്ണായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. നല്ല പെണ്ണിന്റെ ഘടന എന്തായാലും മീൻസ് അങ്ങനെയല്ല, ആ വശ്യത, ആ ഒരു ആക്ഷൻ, ആ ഒരു ആകർഷണം, അതിൻ്റെതായ എല്ലാം എന്ന് വെച്ചാൽ ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷന് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തോന്നേണ്ട എല്ലാ എൻഡോക്രൈൻ ജനിതകപരമായിട്ടുള്ള എല്ലാ ആക്ഷനും ആ കുട്ടിയുടെ വീഡിയോസ് അത് കാണുമ്പോഴത്തേക്ക് ആക്ഷൻ ഉള്ളത് ആ കുട്ടി പെൺകുട്ടിയാണ്. അത് നന്നായിട്ട് തന്നെ പെരുമാറുന്നു. വേഷമല്ല പ്രശ്നം. വേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, വേഷം സെക്കൻഡറി ആണ്. ദി പ്രൈമറി പ്രോബ്ലം ഈസ് തോട്ട്സ്. ചിന്തയാണ് എല്ലാത്തിന്റെയും പ്രോബ്ലം. ലഹരി കഴിക്കാറുണ്ടോ? ഡ്രിങ്ക്സ് ഒക്കെ അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷനിൽ ചെറുതായിട്ടൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളാണ് രഹിന. അത്യാവശ്യം യൂസ് ചെയ്യാറ്. അപ്പൊ വേറൊരു ചിന്തയായിരിക്കും. അല്ല, അത് ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് എന്താന്ന് വെച്ചാല് രണ്ട് കാര്യമാണ്. ഈ മദ്യത്തിന്റെ ഇതിലാണ് ഞാൻ ഇന്നത് ചെയ്തത് എന്നുള്ള വാക്കുകൾ ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അത് ഞാൻ മദ്യത്തിന്റെ എന്താ പറയാ ആ ലഹരിയിലാണ് നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തത്. അപ്പൊ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള സാധനം എനിക്കൊന്ന് പരിശോധിക്കണമായിരുന്നു. അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. കാരണം മദ്യം കഴിച്ചാലോ കഴിച്ചില്ലെങ്കിലോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആരാണോ ആ വ്യക്തിനെ നമുക്ക് ആ വ്യക്തിയായിട്ട് കാണാൻ, ആ വ്യക്തി അല്ലാതെ വേറൊരു വ്യക്തിയായിട്ടൊന്നും കാണാൻ പറ്റും. എന്തായാലും ഒരു കാര്യം, പ്രസ്താവന തെറ്റാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ താങ്കൾ സയനൈഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാത്തത് ഭാഗ്യമായി. കാരണം നമുക്ക് തോന്നുന്ന എല്ലാ ടെസ്റ്റുകളും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് സ്വയം നമ്മൾ ആലോചിക്കണം, ഇത് നമുക്ക് ദോഷം ഉണ്ടാക്കില്ല. എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പിന്നോട്ട് പോകുള്ളൂ. അങ്ങനെയല്ല, ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ഓരോ ഇതിനെയും പൊളിക്കേണ്ടി വരുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ടെസ്റ്റുകളിലൂടെയും പഠനത്തിലൂടെയും തന്നെയല്ലേ തെളിഞ്ഞിട്ടുള്ളത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേറെ ഏജൻസി, അത് ഓൾറെഡി എന്റെ കുടുംബം തകർന്നു. ഒരു കാര്യം കൂടി, അങ്ങ് ഇടയ്ക്ക് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നത് അടക്കവും ഒതുക്കവും എന്ന വാക്ക് പറയുന്നുണ്ട്. അത് ആർക്കാ ബാധകം? തീർച്ചയായിട്ടും ഇവിടെ തന്നെ നോക്കാം. നമ്മളിപ്പോൾ കോടതിയിലേക്ക് കയറി അടക്കം ഒതുക്കമുള്ളതാണ്, അവിടെ കയറി അഭ്യാസം കാണിക്കാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ കയറി അഭ്യാസം കാണിക്കാൻ പറ്റുമോ? മിലിറ്ററിക്ക് അഭ്യാസം കാണിക്കാൻ പറ്റുമോ? നമുക്ക് എവിടെ അഭ്യാസം കാണിക്കാൻ പറ്റുന്ന എവിടെയാണ്? പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലും അവിടെ എവിടെയും. അവിടെ അടക്കം ഒതുക്കം ഉണ്ടായിരുന്ന ഒരു കാലം പെൺകുട്ടി പെണ്ണ് ആണ് എന്ന് പറയുന്ന സെപ്പറേഷൻ അടക്കവും ഒതുക്കൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അടക്കവും ഒതുക്കവും എന്ന രണ്ട് കാര്യം ബോധമാണ് മോളെ. ആ ബോധം ഉള്ളവർക്ക് മാത്രമേ ആ അടക്കം എന്താണ് ഒതുക്കം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഒരു ആ ക്ലിപ്പിന്റെ അവസാനം കൂടി നമുക്കൊന്ന് കാണാം. എന്തുകൊണ്ട് ഓട്ടിസം ഉണ്ടാവുന്ന കുട്ടികൾ ഉണ്ടാവുന്നു എന്നുകൂടി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് പ്രസംഗത്തിന്റെ അവസാനത്തെ ക്ലിപ്പ്. നിഷേധികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജനിക്കാൻ പോകുന്ന മക്കൾ ഇത്തരത്തിലിരിക്കും. അവർക്കുണ്ടാകുന്ന പുതിയ രോഗമാണ് സെറിബ്രൽ പൾസി, ഓട്ടിസം. ഇങ്ങനെയുള്ള പല പല സാധനങ്ങളിലേക്ക് സംഗതികൾ എത്തിച്ചേരും. ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പിൻവലിച്ചോ?
ഒരിക്കലും പിൻവലിക്കാൻ കഴിയില്ലല്ലോ. നിഷേധികളായ മാതാപിതാക്കൾ. ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ മനസ്സിലായി വന്നില്ലേ? നമ്മളിപ്പോ ഇവിടെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞപ്പോൾ ആരാണ് നിഷേധാത്മകത പുലർത്തുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ ബോധം പോകുന്ന വ്യക്തികളുടെ നിഷേധാത്മകമായ പ്രവർത്തനങ്ങൾ അത് ആര് തന്നെ ചെയ്താലും നേരത്തെ ഞാൻ ബോധിപ്പിച്ച് കഴിഞ്ഞതാണ്. ഞാനിവിടെ ബോധിപ്പിച്ച് കഴിഞ്ഞതാണ്. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും തോന്നിയ കണക്ക് ഈ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ സിഗരറ്റ് വലിക്കുക, അതിന്റെ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ. എന്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന രഹ്ന ഫാത്തിമ ഒരു നിഷേധിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആ സഹോദരിയുടെ പ്രവർത്തനത്തിൽ നിന്നാണ് ആ പ്രവൃത്തിയിലുള്ള അക്സെപ്റ്റൻസും നിഷേധാത്മകത എങ്ങനെയെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് ഈ കുട്ടി നിഷേധിയാണെന്നോ നല്ലതാണെന്നോ ഞാൻ ജഡ്ജ് ചെയ്യില്ല. എന്റെ തീരുമാനം ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്. ഓട്ടിസം കുട്ടികൾ ഉണ്ടാവുന്നത് നിഷേധികളായ റിബലുകളായ മാതാപിതാക്കളിൽ നിന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചൊല്ലി പറഞ്ഞു. നിഷേധികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജനിക്കാൻ പോകുന്ന മക്കൾ ഇത്തരത്തിലിരിക്കും. അവർക്കുണ്ടാകുന്ന പുതിയ രോഗമാണ് സെർബ്രൽ പൾസി, ഓട്ടിസം. ഇങ്ങനെയുള്ള പല പല സാധനങ്ങളിലേക്ക് സംഗതികൾ ഇവിടെയാണ് കൈവിട്ടു പോയത് രജിത് കുമാർ. ഒരിക്കലും കൈവിട്ടില്ല. ഇത് അമേരിക്കൻ അസോസിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പേപ്പറാണ്. ഈവൻ ബിയർ വൈനും കഴിച്ചാൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും എന്ന് പറഞ്ഞ സാധനം. തമാശയ്ക്ക് രുചിച്ചു നോക്കാൻ വേണ്ടി ഈ കഴിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇത് ന്യൂയോർക്കിൽ പബ്ലിഷ് ചെയ്ത മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ഉപയോഗിച്ചാലും ഇത്തരത്തിലുള്ള സോഫ്റ്റ് സയൻസ് അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് ജേർണലുകൾ നിരവധിയുണ്ട്. അതിനെയൊക്കെ എടുത്ത് ആഘോഷിക്കുന്ന നമ്മൾ എടുത്ത് അൺകൺട്രോൾ പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ സജീവമാണ്. എല്ലോ ഡെമോഗോജി അതിനെ ഡിപ്പെൻഡ് ചെയ്യരുത് സർ. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ അങ്ങ് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ്. ഓട്ടിസം ബാധിച്ചിരിക്കുന്ന നേരത്തെ തന്നെ മറ്റൊരു ടോക്ക് ഷോയിൽ തന്നെ അങ്ങ് വന്നിരുന്നപ്പോഴും ഇതേ കാര്യത്തിൽ തന്നെ ആളുകൾ അങ്ങയോട് പ്രതിരോധിച്ചതാണ്. ഈ വാചകം അങ്ങ് പിൻവലിക്കാത്തത് എന്ത് ഇനിയും എന്നതാണ് ഞങ്ങൾക്കുള്ള സംശയം. ഞാൻ എന്റെ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഈ കുട്ടികളോട് സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണോ അവരെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും? അവരുടെ പേരൻസ് അല്ല പറഞ്ഞത്. അവരുടെ പാരൻസും പാരൻസിന്റെ നമുക്ക് ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പാരമ്പര്യമായി പരിശോധിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പാരമ്പര്യമായി ക്യാൻസർ വരാറുണ്ട് എന്ന്. അതുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നാൽ എന്റെ അമ്മ സയൻസ് അല്ല രജിത് കുമാർ. ആ ഘട്ടത്തിലാണ് ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ രജിത് കുമാർ നടത്തുന്നത്. ജനറലൈസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അവർക്ക് അല്ലെങ്കിൽ എന്താ പറയാ നിഷേധികളായവര് റിബൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന കുട്ടികൾ ഓട്ടിസം ബാധിച്ചാണ്. ഈ നിഷേധി എന്ന് പറഞ്ഞത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? 6 കാര്യങ്ങൾ. തോന്നിയതുപോലെ കുടിക്കുക, തോന്നിയതുപോലെ കുട്ടികളുടെ പേരൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയാണ് എന്റെ ചോദ്യം, എന്താണ് ഈ ഓട്ടിസം? ജനറ്റിക് ഡിസോർഡർ അല്ല, ജീൻ ഡാമേജ് ആണ്. ഈ ജീൻ എന്ന് പറയുന്ന DNA-യിൽ അതാണ്. ഒരു പഠനം നടത്തി സാർ ഇവരുടെ പേരൻസിനെ കുറിച്ച് എത്ര പഠനം അങ്ങയുടെ കയ്യിലുണ്ട്? കേരളത്തിലുള്ള ഓട്ടിസ്റ്റിക് പേഷ്യൻസിനെ കുറിച്ചുള്ള എത്ര പഠനം അങ്ങയുടെ കയ്യിലുണ്ട്? ഇത് മുഴുവൻ ഞാൻ ചെയ്താൽ എനിക്ക് കേരള രത്ന പുരസ്കാരം കിട്ടും. അത് കിട്ടാതെ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്താൻ പാടില്ല. ആർക്കിമിഡീസ് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ സമയത്ത് ആർക്കിമിഡീസിന്റെ കഴുത്ത് വെട്ടാൻ കണ്ടെത്തി. പക്ഷെ താങ്കൾ ഇവിടുന്ന് കണ്ടെത്തി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുൻപ് അങ്ങേക്കൊരു ചെയ്തു വികാരമോ അല്ലെങ്കിൽ ധാരണയോ ഉണ്ടായിരിക്കണമല്ലോ. ആ ധാരണയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ജേർണൽ എനിക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. നിഷേധികളായ പേരൻസ്. നിഷേധി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ സാധാരണഗതി പറയുക എന്താണ്? ഒരു പിതാവിന്റെയോ അല്ലെങ്കിൽ പോട്ടെ രക്ഷകർത്താക്കളുടെ ജനറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടോ അവരുടെ ബിഹേവിയറൽ പാറ്റേൺ കൊണ്ടോ ഓട്ടിസം അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നു എന്ന് തെളിയിച്ച ഒരു പഠനം. ഞാനും താങ്കളും കോളേജിൽ അധ്യാപകരാണ്. നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ബഹളം വയ്ക്കുന്ന കുട്ടികളെ എന്താ പറയുക? അനുസരണയില്ലാത്ത കുട്ടികൾ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് അവരുടെ പാരൻസ് അനുസരണയില്ല എന്ന് പറയുമോ? ഇല്ല, ഒരിക്കലും പറയില്ല. നല്ല കുട്ടികൾ. സ്റ്റേജിൽ നിന്നും ജനറലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോഴത്തേക്ക് അത് എല്ലാവരും അല്ലെങ്കിൽ പർട്ടിക്കുലർ ആളുകളെ എടുത്തു പറയണം. ഇന്ന ആളുകൾ, ഞാൻ അറിയുന്ന ഇന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഇങ്ങനെയാണെന്ന് പറയണം. അങ്ങനെ ഒരു ചോദ്യം. രഹിനയുടെ കാലിന്റെ പാദത്തിന് വേദനയുണ്ട്. രഹിന ഒരു മരുന്ന് കഴിക്കുകയാണ്. കാലിന്റെ വേദന പോവുമോ ഇല്ലയോ? കാലിന്റെ വേദന പോവും. വേദന സംഹാരിയായ മരുന്ന് പോവും. അതെങ്ങനെ? മരുന്ന് നേരെ അങ്ങ് ചെന്നോ? ഇല്ല. അത് വയറ്റിൽ പോയി, കുടലിൽ പോയി, അത് ബ്ലഡിൽ കയറി ആ കെമിക്കലുകൾ ബ്ലഡിലൂടെ കാലിന്റെ പാദത്തിൽ വന്നിട്ടാണ് പാദത്തിലെ വേദന മാറ്റിയത്.
അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല. അങ്ങനെ വേദന സംഹാരി എന്ന് പറയുന്നത് വേദന സംഹാരി കാലിന്റെ പാദത്തിൽ അല്ല വേദന. ഞാൻ ചോദിച്ചത് ക്ലിയർ ആണ്. ഇല്ല, വളച്ചൊടിക്കുന്നു, വളച്ചൊടിക്കുന്നു സാർ. നമുക്കൊരു മരുന്ന് കഴിക്കും, വേദന എവിടെയുണ്ട്, നിങ്ങളത് തിരിച്ചറിയില്ല. വേദനയും രോഗകാരണത്തെയും നിങ്ങൾ മാറ്റുന്നില്ല ഡോക്ടർ രജിത് കുമാർ. നമുക്കൊന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് അധികം പോകുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യത്തിൽ കൂടി എനിക്ക് അങ്ങയുടെ ഒരു റെസ്പോൺസ് ആവശ്യമുണ്ട്. ഈ രഹ്ന പോലെയുള്ള ആളുകൾ വളരെ സ്വതന്ത്രമായ ജീവിതത്തെക്കുറിച്ചും സ്വതന്ത്രമായ ചിന്തയെക്കുറിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അത്തരം ജീവിതങ്ങളെക്കുറിച്ച് താങ്കൾക്കുള്ള പൊതുവായുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്തിൽ സ്വതന്ത്രമായി നടക്കുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കേരളത്തിലാണ്. ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അതേ സ്ഥലത്ത് നിന്നിട്ടാണ് താങ്കൾ പ്രസംഗം പറയുന്നത് പെൺകുട്ടികളെ നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ഒതുക്കം വേണം മാത്രം പറയരുത്. ആൺകുട്ടി കൂടെ ചേർക്കൂ. ഞാൻ രണ്ടുപേരെയും ചേർത്താണ് പറയുന്നത്. രണ്ടുപേരെയും പെൺകുട്ടികൾ ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ അവരുടെ ഗർഭപാത്രം പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോഴും പെൺകുട്ടികളോടാണ് പറഞ്ഞത്. ഇനി എൻ്റെ ഒരു സംശയം, അടുത്തിടെ നെയ്യാറ്റിൻകരയിലെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു കേസ് നടന്നു. ആ കേസ് ഇതായിരുന്നു: ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടി, മുസ്ലിം ആൺകുട്ടി ഹിന്ദു പെൺകുട്ടിയെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ഒരു നോട്ടീസ് പതിച്ചപ്പോൾ തുടർന്ന് മറ്റാരൊക്കെയോ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അങ്ങയുടെ ശ്രദ്ധയിലാണ് ഒരു 21 വയസ്സുള്ള മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ 18 വയസ്സുള്ളൊരു മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ചുകൊണ്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇത്തരത്തിലുള്ള നോട്ടീസ് കാണുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? ഇവിടെ സാർ താങ്കൾ ചോദിച്ചത് ഇന്റർ റിലീജിയസ് മാരേജിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഇന്റർ റിലീജിയസ് മാരേജ് മാത്രമല്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് കാണുന്ന വ്യക്തിയാണ് ഞാൻ. ലോകത്ത് എല്ലാവരും സുഖകരമായി തന്നെ ജീവിക്കണം. പക്ഷേ വിവാഹം എന്ന് പറയുന്ന സാധനം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ളതല്ല. കാരണം വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിനുള്ളതല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതുമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ളതാണ്. അല്ലാതെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വളർന്നില്ല. എൻ്റെ അമ്മ മുലപ്പാൽ തന്ന് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ വെറുതെ അങ്ങ് വളർന്നില്ല. എൻ്റെ അച്ഛൻ കൂലിപ്പണിയെടുത്ത് എന്നെ വളർത്തിയതാണ്. ഞാൻ വെറുതെ അങ്ങ് പഠിച്ചില്ല. എൻ്റെ അധ്യാപകർ എന്നെ പഠിപ്പിച്ചതാണ്. ഒരുപാട് അതാ നേരത്തെ പറഞ്ഞ മൂല്യബോധനവും സാംസ്കാരിക സാമൂഹ്യ പ്രതിബദ്ധതയും വേണം. അതെല്ലാം പഠിച്ച് ഞാൻ അങ്ങോട്ട് വളർന്നു വരുന്നു. സ്വന്തമായ ഒരു ജോലി അങ്ങോട്ട് കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, അവൾ ഉടനെ ഇഷ്ടപ്പെടുന്നു, വീട്ടുകാരെ എതിർക്കുന്നു, നമുക്കൊരൊറ്റ ഓട്ടം ഓടാം. ഇതിന് ഞാൻ എതിരാണ്. മറിച്ച് ഈ രണ്ടുപേരുടെയും പാരൻസ് ഇത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ടാണ്. കാരണം രണ്ട് മതങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ ലൈംഗിക പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അത് മാതാപിതാക്കൾ അതിനെ പച്ച മലയാളത്തിൽ പറയുന്ന പേരാണ് സ്വാർത്ഥത. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള പെണ്ണിനോട് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാനൊരൊറ്റ മകൻ അവർക്ക് ജീവിക്കേണ്ട നിങ്ങളാണ്, നിങ്ങളുടെ അച്ഛനും ഒരിക്കലുമല്ല. ഈ രണ്ട് ഫാമിലിയും കുടുംബങ്ങൾക്കും പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്താ പ്രോബ്ലം? അപ്പൊ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നത് വരെയെങ്കിലും ഓടുന്നതിന് മുമ്പും സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിലോ ക്ഷമയോടെ കാത്തിരിക്കുക, കിട്ടുന്നത് വരെ നിൽക്കുക എന്ന് പറയുമെങ്കിലോ. കിട്ടുന്നില്ല എങ്കിൽ പിന്നെയുള്ളൊരു അവസരം അത് അപ്പൊ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യും. അതുവരെ അവരുടെ ജീവിതത്തിലെ അത്ര നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അത്ര നല്ല നിമിഷങ്ങൾ അവർ സാക്രിഫൈസ് ചെയ്യണം മാതാപിതാക്കൾക്ക്. തീർച്ചയായിട്ടും സാക്രിഫൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിശാല മനസ്കത, ത്യാഗ മനോഭാവം. അടുത്ത കോടതിയുടെ വിധി വന്നു. ഒരു വിവാഹിതയായ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മറ്റേതെങ്കിലും വിവാഹിതയോ വിവാഹിതയല്ലാത്ത ആളുമായിട്ടുള്ള ബന്ധപ്പെടൽ ഇപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. പ്രത്യേകിച്ച് ഒരു മറ്റൊരാളുടെ ഭാര്യയെ ഒരാൾ പ്രണയിക്കുന്നതോ അവരുമായി ബന്ധത്തിലേർപ്പെടുന്നതോ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. അഡൾട്ടറി എന്ന് പറയുന്നതിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ടാണ്. ഇതിനോട് താങ്കളുടെ അഭിപ്രായം എന്താ? ഞാൻ സുപ്രീം കോടതി വിധിക്കെതിരെയോ അതിനെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതെല്ലാം പഠിച്ചതുകൊണ്ടുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്ന ഞാൻ ആരായി? ഒരാൾക്ക് എത്ര ഭാര്യമാർ വരെ ആവാം? ഒരാൾക്ക് എത്ര ഭാര്യമാരാകാം എന്നുള്ളത് ആ വ്യക്തിയുടെ, ചില മതങ്ങളെ സംബന്ധിച്ച് ഒന്നിലധികമാകാമെന്നും അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരാളിന് എത്ര ഭാര്യയാകാം എന്ന് എൻ്റെ ചോദിച്ചാൽ എല്ലാ ഭാര്യമാരെയും തുല്യമായി കാണാനും അവരെ അതനുസരിച്ച് പരിരക്ഷിക്കാനുള്ള സാമ്പത്തികവും സാമൂഹികവും എല്ലാ ചുറ്റുപാടും ഉണ്ടെങ്കിൽ ഒന്നിലധികം ഭാര്യമാർ അവർക്കും വിരോധമില്ല എങ്കിൽ അതുകൂടെ ഉണ്ട്. ഞാനിപ്പോൾ 5 സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. 5 പേരും എന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ, എനിക്ക് 5 പേരെയും തുല്യമായി നോക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ആ 5 പേരെയും സഹകരിച്ചൂടെ, അല്ലെങ്കിൽ അവരെ സഹായിച്ചൂടെ, അവരെ നോക്കിക്കൂടെ? അങ്ങ് പറഞ്ഞത് ഇസ്ലാമിൽ മാത്രമേ നടക്കൂ. അതാ പറഞ്ഞ ബോധത്തിന്റെ തലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ തീരുമാനിക്കണം
ഞാൻ സമൂഹത്തിൽ എൻ്റെ സമൂഹം, എൻ്റെ കൾച്ചർ, എൻ്റെ സാംസ്കാരിക പശ്ചാത്തലം, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യത്തിൻ്റെ കൾച്ചറാണ് എൻ്റെ കൾച്ചർ. എൻ്റെ രാജ്യത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു വിവാഹം, ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഈ ഫാമിലിക്കും കുടുംബത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സ്വന്തം ലൈഫിൽ എന്തുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? ഞാൻ അതിൽ പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് എനിക്ക് അതിൽ വിജയിക്കാൻ. അതെ, അതാണ് കണ്ണില്ലാത്തവനെ കണ്ണിന്റെ കാഴ്ച അറിയാൻ പറ്റൂ. ഇയാളോടെ തന്നെ ചോദിക്കുന്നു, ഇയാൾ ആൺകുട്ടിയായി ജനിച്ചു വളർന്നു വന്നപ്പോൾ ഇയാൾക്ക് പെൺകുട്ടിയാണ് താല്പര്യമെന്ന് തോന്നിയത് എന്തുകൊണ്ടായിരുന്നു? അതെന്റെ ഇഷ്ടം അല്ലേ? അപ്പം ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ച അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ മൊത്തം എനിക്ക് തിരിച്ചറിവില്ലാത്ത കാലത്ത് അനുഭവിച്ച് ഞാൻ പഠിച്ചു. അപ്പോൾ ഇനി ഞാൻ അനുഭവിച്ച പീഡനങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും വരുന്ന തലമുറയ്ക്ക് അനുഭവിക്കരുത്. അവർ ശ്രദ്ധിക്കണം, അവർക്ക് ഇഷ്ടമുള്ള എടുക്കാം. നിങ്ങളെപ്പോലെ തന്നെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ഈ ദുരന്തമുണ്ടായതിന് പിന്നിൽ അങ്ങയുടേതായ ഈ സ്ത്രീക്ക് അടക്കവും ഒതുക്കവും വേണം തുടങ്ങിയ ദുർവാശികളായിരുന്നു? അല്ല, എൻ്റെ ഭാര്യ നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയായിരുന്നു. താങ്കളോ? ഞാൻ കുറച്ച് അടക്കവും ഒതുക്കവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അതായിരുന്നു കാരണം? അതാണ് കാരണം. ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത് താങ്കൾ ആ അടക്ക ഒതുക്കത്തിലേക്ക് താങ്കൾ രൂപപ്പെട്ടിരിക്കുന്നുവെന്നാണ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ 7 കോളേജുകളിൽ പഠിച്ചു, രാഷ്ട്രീയമുണ്ടായിരുന്നു, ഞാൻ കോളേജിലെ ചെയർമാൻ, അങ്ങനെ പല പല ഫീൽഡുകളിലൂടെ സഞ്ചരിച്ചു പോയി, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരു തോന്നിയവാസി അല്ലെങ്കിൽ തോന്നുന്നത് ചെയ്യുന്നവരെയാണല്ലോ തോന്നിയത്. ഞാൻ അങ്ങനെ തന്നെ തോന്നിയ കണക്ക് പോയതായിരുന്നു. പക്ഷേ നടക്കേണ്ട വഴി യഥാർത്ഥത്തിൽ പഠിക്കാൻ ലേറ്റായി പോയി. അതെന്ന് പറയുന്നത് എൻ്റെ വീഴ്ചകളിലാണ് നമ്മൾ ആദ്യത്തെ പാഠം പഠിക്കുക. ആ വീഴ്ചയിൽ ഞാൻ പാഠം പഠിച്ചതായിട്ട്. അതായത് അങ്ങയുടെ മുന്നിൽ മോഡലായി അങ്ങയുടെ പൂർവ്വ ഭാര്യയുണ്ട്, പക്ഷെ അങ്ങെടുക്കുന്ന ക്ലാസ്സുകളിൽ പലപ്പോഴും സ്ത്രീകളെയാണ് ഉപദേശിക്കാറ്. എൻ്റെ പൂർവ്വ ഭാര്യയില്ല, അവർ മരണപ്പെട്ടു. ഡെലിവറിയിലൂടെ അവർ മരിച്ചു പോയി കഴിഞ്ഞു. ആ മരണമാണ്, അല്ലെങ്കിൽ അതിനെ തുടർന്നാണ്, അന്ന് മുതലാണ് ഈ താടി. പക്ഷേ അതിൻ്റെതായ സയൻറ്റിഫിക് സാധനം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് കൂടുതലിലേക്ക് എത്തിച്ചേർന്ന്. ഞാൻ ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടാണ് സംസാരിക്കുന്നത്. ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? ടൈറ്റ് പാൻസ്, സ്പാങ്സ് ആൻഡ് എന്താ സ്കിന്നി ജീൻസ് ആൻഡ് സ്പാങ്സ് മേ ബി ഹസാർഡിയസ് ടു യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞ US സ്റ്റഡിയും ഇന്റർനാഷണൽ സ്റ്റഡികളും ഒക്കെ നടത്തിയ പേപ്പറുകളാണ്. അവിടെയും ഫാമിലി വേണമെന്നുള്ളവർ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുവരണം, പഠിക്കണം. അത് പഠിച്ചിട്ട് എന്നെ വിളിക്കും, മോൾ എവിടെ ഉണ്ടെങ്കിലും ചില വാർത്തകൾ മാത്രം പഠിച്ചിട്ട് കാര്യം മനസ്സിലാക്കി. എന്റെ കൂട്ടുകാരി ദയയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ, ദയ പുരുഷനായിരുന്ന സമയത്തും ജീൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, സ്ത്രീ ആയിരുന്നപ്പോഴും ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിനി അറിയേണ്ടത്, ഇപ്പം ഇയാൾ കല്യാണം കഴിച്ചോ ഇല്ലയോ? എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, ആള് ട്രാൻസ്മെൻ ആണ്, പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് ആൺകുട്ടിയായിട്ട്. ഓക്കെ, എനിക്ക് നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ കാണണം. ആ കുഞ്ഞ് ഏത് സെക്സിൽ ഇരിക്കുമെന്ന് എനിക്ക് പ്രസവിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? എനിക്ക് യൂട്രസ് ഇല്ല. യെസ്, അവിടെയാണ്. എന്താ ഞാൻ ഇത്ര പറഞ്ഞ, ഞാൻ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യലായിട്ടാണ് ഇയാൾ സൃഷ്ടിച്ചത്. ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത്, നേരത്തെ പറഞ്ഞില്ലേ, ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് ആൺകുട്ടിയായി ജനിച്ചതാണെന്നും ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് പെണ്ണിന്റെ അവസ്ഥ, അതിൽ തെറ്റ് ഞാൻ പറഞ്ഞില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. ഞാൻ ഈ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞല്ലോ, ട്രാൻസ്ജെൻഡർ ഫോർമ അല്ലെങ്കിൽ ഇന്റർസെക്ഷുവാലിറ്റി, ഇതെല്ലാം പറഞ്ഞതിൽ അതായിക്കോട്ടെ, 46, 45, 47 ജനിച്ചു വരുന്ന കുട്ടികളിൽ നിന്ന് ആ കുട്ടികള് അവർക്ക് അങ്ങനെ പോകാൻ പറ്റൂ. പക്ഷെ ഞാൻ നേരെ ചൊവ്വേ ജനിക്കുകയും എന്താണ് സാർ നേരെ സാർ ഇതൊരിക്കലും അബ്നോർമലായിട്ടുള്ള കാര്യമല്ല. ഞാൻ നേരെയല്ല ജനിച്ചിട്ടുള്ളത്. എനിക്ക് എന്താ ഉള്ളത്? അല്ല, മോള് തന്നെയല്ലേ പറഞ്ഞ, നേരത്തെ ആൺകുട്ടിയായിട്ട് ജനിച്ചു, ഇപ്പൊ ഞാൻ പെൺകുട്ടി. അതിലെന്താണ് പ്രശ്നം? അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പം പെൺകുട്ടിയായ സ്ഥിതിക്ക് ഒരു പ്രസവിക്കണമല്ലോ. ഒരു ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പറയും എ ഫീമെയിൽ സോൾ ട്രാപ്ഡ് ഇൻ എ മെയിൽ ബോഡി എന്ന് പറയും. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി അല്ലാത്ത രീതിയിലല്ലാതെ ഇത് നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് 3 കാറ്റഗറി ആക്കിയത്, FMT അല്ലെ, 3 കാറ്റഗറി നമ്മുടെ സഹോദരങ്ങളാണ്. ഞാൻ ഇവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ സുഹൃത്താണ് ശീതളും മറ്റേ ഒത്തിരി പേര്. പക്ഷെ അറിയാതെ പറയില്ല. രജിത് കുമാർ ഒരിക്കലും അറിയാതെ പറയില്ല. എനിക്ക് നിങ്ങൾ ഉൾപ്പെടുന്ന സഹോദര വർഗങ്ങളിലെ കുറച്ചു പേർ എന്നെ നേരത്തെ പറഞ്ഞ പോലെ പട്ടിയാക്കുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, തല്ലിക്കൊല്ലുക. താങ്കൾ അത് വരില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്.
അത്രേ പറയാനുള്ളൂ. അതിപ്പോ കണ്ടോണ്ടിരുന്നു, ഞാനും കാണുകയായിരുന്നു. എനിക്ക് ഗർഭപാത്രമില്ല, എനിക്ക് പ്രസവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ സംഗതികൾ മുഴുവൻ പറഞ്ഞിട്ട് ഒരു തലമുറയിലെ കുറെ ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അത്രയും പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആളല്ല, പക്ഷെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇതിന് ഓപ്പോസിറ്റ് എന്ത് സാധനം വേണമെങ്കിലും എഴുതാൻ പറ്റും. സർ, ഗൂഗിൾ ഗുരുക്കന്മാരുടെ പുറകെയാണ് ഇന്നത്തെ കുറെ കുട്ടികൾ. എന്റെ ചോദ്യം, പറഞ്ഞോട്ടെ, ഗൂഗിളിൽ ഇൻഫർമേഷൻ താനെ വന്ന് ഗൂഗിളിലോട്ട് കയറുമോ? എന്നെയും സാറിനെയും ഇവരെയും പോലെ ആരെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തെങ്കിലല്ലേ ഇത് കയറും? അതിൽ പലതും സ്യൂഡമാണ്. തെറ്റായ സന്ദേശങ്ങൾ ഗൂഗിളിനകത്ത്, വാട്സാപ്പിൽ വരുന്ന പലതും, സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഏകദേശം 70%-ലധികവും ഫാൾസ് ന്യൂസുകളാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴും ഒരു സയൻസ് ജേർണലും അംഗീകരിച്ചിട്ടില്ലാത്ത, ഒരു നേച്ചർ ജേർണലും അംഗീകരിച്ചിട്ടില്ലാത്ത, മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടില്ലാത്ത വളരെ ഇറസ്പോൺസിബിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നിഷേധികളായ പിതാക്കൾക്കാണ് ഓട്ടിസം ഉള്ള കുട്ടികൾ. ഈ ചർച്ചയിൽ ഒരുപക്ഷെ അങ്ങ് ബാക്കിയുള്ള കാര്യങ്ങൾ ചിലതെങ്കിലും കുടുംബഭദ്രമായ ചില വിഷയങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് പൊതുവെ കൺസർവേറ്റീവായ ഫാമിലിയെ താല്പര്യപ്പെടുത്തുമെങ്കിലും ഈ വാദത്തോട് അവർ വിയോജിച്ച് നിൽക്കും. ഓട്ടിസം ബാധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർ അവർ നിഷേധികളാണ് എന്ന തരത്തിലുള്ള എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള പ്രഭാഷണം അങ്ങ് നിർവഹിച്ചു. അതിന്റെ വീഡിയോ കാണുകയും അതിന്റെ ഫ്രണ്ടും ബാക്കും അതായത് അങ്ങേക്ക് പറ്റിപ്പോയ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് തോന്നുന്നുണ്ട്? ഞാൻ തെറ്റ് ചെയ്താൽ, ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ പണ്ട് ഞാൻ ഇല്ല, ഒരിക്കലും തെറ്റല്ല. ഞാൻ പറഞ്ഞതിന്റെ മുമ്പിലോട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തെറ്റിദ്ധരിപ്പിച്ച് കാണിച്ച് ഏതെങ്കിലും അമ്മമാരെയും അച്ഛന്മാരെയും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സോറി പറയുന്നു. നിഷേധികളായവർക്ക് നമ്മൾ എന്ത് പറയും? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇത് രണ്ടും രക്ഷകർത്താക്കളുടെ ബിഹേവിയറൽ ഡീവിയേഷൻ കൊണ്ടാണ് എന്നുള്ളതിന് ഒരു തെളിവും അങ്ങയുടെ കയ്യിലില്ല. ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് എന്തിനു വേണ്ടിയാണ്? ഈ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെന്താ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാത്തത്? നമ്മളവിടെ എണ്ണിക്കൊണ്ടിരിക്കും അവൻ 47 തെറ്റുവരുത്തി എന്ന്. നമ്മൾ ആ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ആശയമുണ്ട് കുട്ടികൾ. ഞാൻ എന്താ പറയുന്നത്? ഞാൻ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, വരാൻ പോകുന്ന ഫ്യൂച്ചർ പാരന്റ്സ് ആകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പറഞ്ഞ 7 ഘടകങ്ങളായ ഉണ്ട് സാറേ. എന്റെ സംശയം, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അച്ഛനമ്മമാർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഇറുകിയ ജീൻസ് സിഗരറ്റ് വലിക്കാം, സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ആ ജീൻ ഡാമേജ് അദ്ദേഹത്തിന്റെ ഒരിക്കൽ കൂടി അങ്ങ് കണ്ടതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പ്രേക്ഷകർക്കുമായി ആ വീഡിയോയുടെ അവസാന ഭാഗം ഒരിക്കൽ കൂടി ഇതാ കണ്ടോളൂ. നിഷേധികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജനിക്കാൻ പോകുന്ന മക്കൾ, ജനിക്കാൻ പോകുന്ന മക്കളിനെ ഫ്യൂച്ചർ എന്ന് പറയോ പാസ്റ്റ് എന്ന് പറയോ? എന്റെ സംശയം ഇതാണ് സാർ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, വരാൻ പോകുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികൾ, നിഷേധികളായ ചെറുപ്പക്കാർക്ക്, നിഷേധികളായ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് ഉണ്ടാവുന്നത് എന്ന് പറയണമെങ്കിൽ ഏത് സയൻസ് ലോജിക്? അങ്ങനെ വളച്ചൊടിക്കരുത്. അല്ലല്ല, ആ വളച്ചൊടിക്കരുത് അതിനെ. ആ നമ്മുടെ കുട്ടികൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അസംഷൻ ആയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അസംഷനാണ്. ആ അസംഷന് പറ്റിയ തെളിവ് എന്തായിരുന്നു? ആ അസംഷന്റെ ലോജിക് എന്താ? എന്റെ ചോദ്യം, ഇത്രയും കാര്യങ്ങൾ ഞാൻ കാണിച്ചു, എന്നെ ഇപ്പൊ അടച്ചു വെച്ചു കഴിഞ്ഞു. എന്റെ ചോദ്യം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതാണോ രോഗം വരാതെ നോക്കുന്നതാണോ? എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു അസംഷൻ അങ്ങ് പറയണമെങ്കിൽ ആ അസംഷൻ ഒരു കാരണം അങ്ങേക്കുണ്ടാകുമല്ലോ. എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു. ബ്ലൂ ഫിലിം കാണുന്ന, അശ്ലീലം പ്രവർത്തിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു. ലഹരി കഴിക്കുന്ന, ബ്ലൂ ഫിലിം കാണുന്ന, സ്കിന്നി ടൈറ്റ് ഇടുന്ന ആളുകളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു. ഇങ്ങനെയുള്ളവരുടെ കുട്ടികളിൽ അവരുടെ കുട്ടികളിൽ ഓട്ടിസം ഉള്ളതായി താങ്കൾ കണ്ടിട്ടുണ്ടോ? അത് വരാൻ പോകുന്നതാണ്. ജീൻ ഡാമേജ് ഏതൊക്കെ രീതിയിൽ ഉണ്ടാകും, ജീൻ ഡാമേജ് ഏതൊക്കെ രീതിയിൽ ഉണ്ടാകും എന്നുള്ള സ്റ്റഡി. ഇങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടികളെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പേരൻസ് ഇങ്ങനെയാണെന്ന് എങ്കിലല്ലേ അസംഷന് സാധ്യതയുള്ളൂ. ഭാവിയിലെ കുട്ടികളുടെ കാര്യമാണോ? ഭാവിയിലെ കുട്ടികൾക്ക് അത് ഉണ്ടാകാതിരിക്കാൻ അധ്യാപകൻ എന്നുള്ള നിലയിൽ കുട്ടികളെ കുറിച്ച് എനിക്കറിയണ്ട.
ഇനി കൂടുതൽ കുട്ടികളെ വിജിലന്റ് ആക്കുക എന്നുള്ള ജോലി മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ കഴിഞ്ഞുപോയ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ട് നിലവിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ കുറിച്ചും പേരന്റിനെ കുറിച്ചും അങ്ങ് പഠനം നടത്തിയിട്ടില്ല. ഈവൻ അത്ര ധാരണകളുമില്ല. പക്ഷെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അതാ നമ്മള് സയൻസ് പഠിക്കുമ്പോൾ തിയറി ഫോർമുലേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യം ഒബ്സർവേഷൻ ആണ്, രണ്ട് മേക്കിംഗ് ആദ്യം ഒബ്സർവേഷൻ ആണ്, രണ്ട് മേക്കിംഗ് ഹൈപ്പോത്തിസിസുകളാണ്. നിങ്ങളുടെ ചിന്തകളെ മറ്റൊരാളിലേക്ക് ഞാൻ ഒബ്സർവ് ചെയ്തതിന്റെ ഫലമാണ് ഈ സാധനം. രണ്ട് അത് അനലൈസ് ചെയ്തതാണ് മേക്കിംഗ് ഹൈപ്പോത്തിസിസ്. സാറിന് അറിയാലോ, ആ ഹൈപ്പോത്തിസിസുകളെ നമ്മൾ വെരിഫൈ ചെയ്താണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തിയറി ആകുന്നത്. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ട് വിളമ്പാമോ സാറേ? സാറേ ആരാ പറഞ്ഞ അത് ടെസ്റ്റിംഗ്? ഞാൻ പ്രൂവ് ചെയ്ത കയ്യിലിരിക്കുന്ന തെളിവുകൾ വിവരമുള്ളവർക്കും വിജ്ഞാനമുള്ളവർക്കും ബോധമുള്ളവർക്കും ശരിയായി മനസ്സിലായതുകൊണ്ടാണ് ലോകം എന്നെ കേൾക്കാൻ വേണ്ടി വിളിക്കുന്നത്. എനിക്ക് ചോദ്യോത്തരങ്ങൾ അവസാനിക്കുന്നു. ഇനി വിധിയിലേക്ക്. എൻ്റെ അഭിപ്രായത്തിൽ അടക്കം ഒതുക്കം ഉള്ള ആളുകളായിട്ട് ജീവിക്കണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് ആവശ്യമാണ്. നിയമം നമ്മളെല്ലാം അനുസരിക്കുന്നുണ്ട്. നിയമം വയലേറ്റ് ചെയ്യുന്നവരെ എന്താ പറയുന്നത്? നിയമനിഷേധികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ചില കെട്ടുപാടുകൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, സെൽഫ് റെസ്ട്രെയിൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, സെൽഫ് റെസ്ട്രെയിൻറ്റ്, അത് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ജനകീയ കോടതിയുടെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി എത്താം. അതുവരെ നന്ദി, നമസ്കാരം.